തുടങ്ങാം. അങ്ങനെ സമയം എത്തട്ടെ. അസ്സലാമു അലൈക്കും. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. നമ്മൾ സൂറത്തുൽ ബഖറ 229 ആയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആയത്ത് തുടങ്ങി വെച്ചിരുന്നു. അതിന്റെ തഫ്സീറിലൂടെയാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ നമ്മുടെ PDF പേജ് 326 ഇന്ന് വായന പുനരാരംഭിക്കാനുള്ളത്. അതിൽ ആയത്തിൽ പറയുന്നത് തലാഖിന്റെ വിഷയമാണ്. തലാഖില് സ്ത്രീകൾക്ക് പുരുഷന്മാർ നൽകിയിട്ടുള്ള സമ്പത്ത് തലാഖിന്റെ സമയത്തൊന്നും തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെച്ചു. അതിന്റെ കൂടെ ഇല്ലാൻ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ ഹദ് ഇരുവരും പാലിക്കുന്ന കാര്യത്തിൽ പാലിക്കില്ല എന്നുള്ള ആശങ്ക ഉണ്ടായാലല്ലാതെ എന്നൊരു ക്ലോസ് പറയുന്നുണ്ട്. ഇനി അതിനെ കുറിച്ചാണ് കുറച്ച് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീ സ്വയം വിട്ടുകൊടുക്കുന്ന എന്താണോ, പുരുഷന്റെ നിർബന്ധമല്ലാതെ തലാഖിന്റെ സമയത്ത് തനിക്ക് കിട്ടിയിട്ടുള്ള എന്ത് വിട്ടുകൊടുക്കുന്നു അത് സ്വീകരിക്കാൻ പുരുഷൻ തടസ്സമല്ല എന്ന് ആ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് അവര് ആശങ്കിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഹദ് പാലിക്കുന്നതിൽ നിലനിർത്തുന്നതിൽ ആശങ്കിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ പറയണം. വലാഹിറുൽ ആയത്തി അന്നഹു, ഹലോ എന്താ പറഞ്ഞോ? വലാഹിറുൽ ആയത്തി അന്നഹു ലാ ഫർഖ ഫിൽ ഖൗഫി മിൻ അദ്മി ഇഖാമത്തി ഹുദൂദില്ലാഹ് ബൈന അൻ യകുന മസാറുഹു അർ-റജുല അവൽ മർഅത വഖസ്സഹ ബഅദുൽ മുഫസ്സിരീൻ ബിമാ ഇദാ കാന അൽ-മാനിഉ മിൻ ഇഖാമത്തിഹാ മിൻ ജാനിബിൽ മർഅതി ഫഖ്താറഹു ഉസ്താദുൽ ഇമാം അലാ മാ തഖദ്ദമ ആനിഫൻ വഹാദാ ഹുവ യത്തഫിഖു മഅ അദലിൽ ഇസ്ലാം വയദുല്ലു അലൈഹി സിയാഖ് ഇദ് ജഅല ഹാദാ ഇസ്തിസ്നാഅൻ മിൻ തഹരീമി അഖ്ദി റജുലിൽ മുത്ലഖ് ഷൈഅൻ ബിമാ കാന അതാ ഇംറാതഹു. അപ്പോൾ ഈ ആയത്തിന്റെ ലാഹിറായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ലാ ഫർഖ ഫിൽ ഖൗഫ്, ഈ അള്ളാഹുവിന്റെ നിയമം പാലിക്കില്ല എന്നുള്ള ആശങ്ക രണ്ടുപേർക്കും ഉണ്ടായാൽ അല്ലാതെ എന്ന് പറയുന്നു. അപ്പൊ അതില് ഇഖാമത്ത് ഹുദൂദില്ല, അള്ളാഹുവിന്റെ ഹദ്ദുകൾ പാലിക്കുക എന്നുള്ളതിലുള്ള ആശങ്ക ആർക്ക് വരുന്നു എന്നുള്ളത് വിഷയമല്ല. ബൈന യകുന മസാറുഹു അർ-റജുൽ അവൽ മർഅ, അതിന്റെ പ്രഭവ കേന്ദ്രം ആണാവട്ടെ പെണ്ണാവട്ടെ ആരായിരുന്നാലും ഒരുപോലെയാണ് എന്നുള്ളതാണ് ആയത്തിന്റെ ലാഹിർ മനസ്സിലാകുന്നത്. ഇല്ലാൻ യഖാഫ, അവർ ഇരുവർക്കും ആശങ്ക ഉണ്ടായാൽ, അപ്പൊ ആണിന് ആശങ്ക ഉണ്ടായാലും ശരി പെണ്ണിന് ആശങ്ക ഉണ്ടായാലും ശരി രണ്ടായാലും പറ്റുന്നതാണ് ആയത്തിന്റെ ലാഹിർ മനസ്സിലാക്കി തരുന്നത്. അതേസമയത്ത് വഖസ്സഹു ബഅദുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളിൽ ചിലര് ഇതിനെ പ്രത്യേകമാക്കി പറഞ്ഞിരിക്കുകയാണ്. ബിമാ കാന ഇദാ കാനൽ മാനിഉ മിൻ ഇഖാമത്തിഹാ മിൻ ജാനിബിൽ മർഅത്തി, ഈ നിയമം പാലിക്കുന്നതിനുള്ള തടസ്സം വരുത്തുന്നത് പെണ്ണിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശം, ആണിന്റെ ഭാഗത്തോട് ഉദ്ദേശിക്കുന്നില്ല എന്ന് തഫ്സീർ എഴുതിയവരുണ്ട്. എന്നാൽ വഖ്താറഹുൽ ഉസ്താദുൽ ഇമാം അലാ മാ തഖദ്ദമ ആനിഫൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ അഭിപ്രായത്തെയാണ് ഉസ്താദുൽ ഇമാം ഇഖ്തിയാർ ചെയ്തിരിക്കുന്നത്. അതായത് ആണായാലും പെണ്ണായാലും ഒരുപോലെയാണ് എന്നുള്ള ആ അഭിപ്രായത്തെയാണ് അദ്ദേഹം ഇഖ്തിയാർ ചെയ്തത്. ഹാദാ ഹുവ യത്തഫിഖു മഅ അദിൽ ഇസ്ലാം, അത് മാത്രമല്ല അത് തന്നെയാണ് ഇസ്ലാമിന്റെ നീതിയുമായിട്ട് യോജിക്കുന്നത്. വയദുല്ലു അലൈഹി സിയാഖ്, സന്ദർഭം അതാണ് അറിയിക്കുന്നത്. ഇത് ജാല ഹാദ ഇസ്തിസ്നാഅൻ, കാരണം അള്ളാഹു ഈ ആശങ്കിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ എന്നുള്ള ഈ ഒരു പ്രയോഗത്തെ ഇസ്തിസ്ന ആക്കിയിരിക്കുകയാണ്. അതായത് ആദ്യ നിയമം പറഞ്ഞു എന്നുള്ള മറുഭാഗം പറയുന്ന നിയമം ആണ് ഇസ്തിസ്ന. അതിനെ ഒഴിവാക്കിക്കൊണ്ട്, എന്തെന്ന് ഒഴിവാക്കിക്കൊണ്ട് മിൻ തഹരീമി അഖ്ദി റജുൽ അൽ മുത്ലഖ് ഷൈഅൻ മിമ്മാ കാന അതാ ഇംറാതഹു. അവിടെ അതാഹു എന്ന് ഈ കാണുന്നുണ്ട്. ശരിക്കും അതാ ഇംറാതഹു എന്നുള്ള അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാഹു ഇംറാത്തുഹു അല്ല, അതാ ഇംറാതഹു. അതായത് പുരുഷൻ തന്റെ സ്ത്രീക്ക് നൽകിയിട്ടുണ്ടായിരുന്ന സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കുന്നത് അള്ളാഹു വിലക്കുകയാണ്. ആ വിലക്കിൽ നിന്നുള്ള ഒരു ഇസ്തിസ്ന, അതിനുള്ള ഒരു ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രയോഗമാണ് ഇല്ലാൻ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ആശങ്ക സ്ത്രീക്ക് വന്നാലും ശരി പുരുഷന് വന്നാലും ശരി രണ്ടായിരുന്നാലും ആശങ്കക്ക് സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ആയത്തിന്റെ സന്ദർഭം കൊണ്ടും ഇസ്ലാമിന്റെ നീതി അനുസരിച്ചുള്ള ഒരു യുക്തി കൊണ്ടും ഒക്കെ ആലോചിച്ചാൽ മനസ്സിലാവുക എന്നാണ് ഷീറുള്ള പറഞ്ഞു വെച്ചത്. എഞ്ചലി ഹാദ
ബഅദു ഹാലാത്തി സൗജൈനി സലാസൽ അഖ്ലി വൽ അദ്ൽ. ബുദ്ധിക്കും നീതിക്കും മനസ്സിലാകുന്ന ഈ 3 ഹാലാത്തുണ്ട്. സൗജൈനിക്ക് വരാവുന്ന 3 ഹാലാത്ത് ഇവിടെ വ്യക്തമാണെന്ന്. 3 സന്ദർഭങ്ങൾ. ഫഹുമായി നഖാമ ഹദൂദുല്ലാഹി തആല ബിഹുസ്നിൽ മുആശറ. ആദ്യം പറയുന്നത് 2 പേര്, ആണും പെണ്ണും, അള്ളാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായും പാലിച്ചു. മാത്രമല്ല, പിരിയാണെങ്കിലും അവർ ഏറ്റവും നല്ല പെരുമാറ്റത്തോടെയാണ് പിരിയുന്നത്. ഹുസ്നുൽ മുആശറത്തോടു കൂടിയാണ് അവർ ആ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത്. അതായി കുല്ലി മിൻഹുമ ഹഖൽ ആഖർ. ഇരു കൂട്ടരും മറ്റേ ആൾക്കുള്ള ഹക്ക് ശരിക്കും വകവെച്ചു കൊടുക്കുന്നു. പുരുഷൻ സ്ത്രീക്കും, സ്ത്രീ പുരുഷനും ഈ പിരിയുന്ന സമയത്ത് കൊടുക്കാനുള്ള ഹക്ക് കൃത്യമായും വകവെച്ചു കൊടുക്കുന്നു. ഇല്ലാമാക്കാൻ മിൻ ശുദൂദിൻ യതസാമഹ ഫീഹി ആദ വലാ ഖൗഫ് വലാ ഫിറാഖ്. എന്നാൽ വളരെ ഒറ്റപ്പെട്ട ചിലതുണ്ടാവും. സ്വാഭാവികമായും ആരും വിട്ടുവീഴ്ച ചെയ്യുന്ന ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഖൗഫിന്റെയും ഫിറാഖിന്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. അതേസമയത്ത് അടുത്ത ഹാല് ഇൻ അറള അലഹുമ മാ യംന ഇഖാമതഹ. അള്ളാഹുവിന്റെ നിയമം പാലിക്കുന്നതിന് തടസ്സം വരുത്തുന്ന എന്തെങ്കിലും സംഗതികൾ ഇരുവർക്കും വന്നാൽ ഫലാബുദ്ദൻ യക്കൂനൽ ആർദുൽ മാനിഉ. ആ തടസ്സം എന്ന് പറയുന്നത് ആയിരിക്കുമല്ലോ മിൻ ഖിബലി അഹദിഹിമ ഔ കിലൈഹിമ. ഒന്നുകിൽ ആ രണ്ടാളിൽ നിന്ന് ഒരാളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാളിൽ നിന്നും ആയിരിക്കാം. അത്രയൊരു സാധ്യത. ഫൈൻ കാന മിൻ ഖിബലി റജുൽ. അത് പുരുഷന്റെ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ എങ്ങനെ? ബിയൻ അബ്ഗളൽ മർഅത. ഒന്ന്, അയാൾക്ക് ആ സ്ത്രീയോട് ഒരു വെറുപ്പുണ്ടായി. ഔ ഫുത്തിന ബിഗൈരിഹ. അല്ലെങ്കിൽ അവൾ അല്ലാത്ത മറ്റുകളിൽ. ഹലോ, എന്താ ചോദിച്ചോ? ഔ ഫുത്തിന ബിഗൈരിഹ. അതല്ലെങ്കിൽ അയാള് അവളല്ലാത്ത മറ്റൊരാളിൽ ആകൃഷ്ടനായി. വഅഹബ്ബ ഫിറാഖഹ. എന്നിട്ട് ഇവളെ പിരിയാൻ മൂപ്പർക്ക് ഇഷ്ടം തോന്നി. ബിഗൈരി ജംബി മിൻഹ. അവള് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കുറ്റമൊന്നുമില്ലാതെ, അവളൊരു കുറ്റം ചെയ്തിട്ടല്ല, അവളെ പിരിയണം, വേറൊരുത്തിനെ കെട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഔജബ ദാലിക്. ഇങ്ങനെ ഒരു പിരിയലിനെ നിർബന്ധമാക്കുന്ന യാതൊന്നും ഇല്ലാതെ. വഖാഫ അല്ലാ യുആമിലഹ ബിമാ യജിബു മിനൽ മഅറൂഫ്. അപ്പൊ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ താൻ അവൾക്ക് നൽകേണ്ട മഅറൂഫ്, മാന്യമായിട്ടുള്ള ഒരു ഇടപെടൽ, അത് താൻ നൽകാതിരിക്കുമെന്നുള്ള ആശങ്ക അയാൾക്ക് വരികയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയി, അടുപ്പൊക്കെ പോയി, സ്നേഹം പോയി, അവളോട് വെറുപ്പായി. അപ്പൊ ഇനി പിരിയുമ്പോഴും ഒരു വൈകാരികത വരും. അവൾക്ക് നൽകേണ്ട മഅറൂഫ് താൻ കൊടുക്കാതെ പോകും എന്നുള്ള ഒരു ആശങ്ക അയാൾക്ക് വരാന്നുണ്ടെങ്കിൽ വൻ തുഖാബിലഹു ബിമിസ്ലി ദാലിക്. അതേപോലെ തന്നെ അവൾ ഇങ്ങോട്ടും പെരുമാറും. ഞാൻ അങ്ങോട്ട് മോശമായി പെരുമാറുമ്പോൾ അവളുടെ ഭാഗത്ത് നിന്നും മുക്കാബിലായി ഇങ്ങോട്ടുണ്ടാവും എന്ന ആൾക്ക് ആശങ്ക വരികയാണെങ്കിൽ ഫലഹു അൻ യുസർരിഹഹ ബി ഇഹ്സാൻ. അയാൾക്ക് ചെയ്യാവുന്നത് ഏറ്റവും നല്ല നിലക്ക് അവളെ പിരിച്ചു വിടുക എന്നുള്ളതാണ്. അവളെ ജീവിതത്തിൽ നിന്ന് പിരിക്കുക, അഥവാ തലാഖില്ല എന്നുള്ളതാണ്. ലിഅന്ന ഉഖ്ദത സൗജിയ്യ ബിയദിഹി. കാരണം ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഉഖ്ദ, ആ ഇടപാട് ബിയദിഹി, അയാളുടെ കയ്യിലാണ്. അയാളാണ് ആ അഖദ് ഉണ്ടാക്കുന്നതും ആ അഖദില്ല എന്ന് വെക്കുന്നതും അയാൾ തന്നെയാണ്. വലൈസ ലഹു അൻ യഖുദ ഫി ഹാദിഹിൽ ഹാല. ഇത്തരം ഒരു അവസ്ഥയിൽ അയാൾക്ക് എടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. മിമ്മക്കാൻ അഅതാഹ ഷൈഅൻ. അവൾക്ക് നൽകിയിരുന്നതിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങാൻ പാടില്ല. ബിൻ നസ്. അതിന്റെ ഖുർആന്റെ നസ് ഉണ്ട്. ഖുർആന്റെ നസ് എന്താ? സൂറത്തുൻ നിസാഇ 20-ാമത്തെ ആയത്ത്. വഇൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മക്കാന സൗജിൻ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ തഅഖുദു മിൻഹു ഷൈഅ എന്ന് പറയുന്ന ആയത്ത്. നിങ്ങൾ ഒരു സൗജിനെ മാറ്റി ആ സ്ഥാനത്ത് വേറെ സൗജിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അഥവാ ഉള്ളവളെ തലാഖില്ലി വേറെത്തിയെ വെളുക്കാൻ ഉദ്ദേശിക്കുന്നു പുരുഷന്മാരെങ്കിൽ, അപ്പൊ അള്ളാഹ് പറയാണ് അവൾക്ക് നൽകിയിട്ടുള്ളത് ഒന്നും അയാൾ വാങ്ങാൻ പാടില്ല. അതൊരു ഖിൻതാർ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, ഒരു കൂമ്പാരൻ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, തിരിച്ചു വാങ്ങാൻ പാടില്ല. അതാണ് നസ്. അപ്പൊ ആ നസ്സാണ് ഇവിടെ ബാധകം. അല്ലെ? ഇന്ന തഹരീമ ഫീഹ മബ്നിയുൻ അലാ മാ ഇദാ കാന റജുൽ ഹുവ യറാദ തലാഖ്. ഈ ആയത്ത് സ്ഥാപിതമായത് പുരുഷനാണ് തലാഖ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉള്ള നിയമം എന്നുള്ള അനക്കാണ്. പുരുഷന്റെ ഭാഗത്താണ് തലാഖിന്റെ ആവശ്യം വരുന്നതെങ്കിൽ, അയാൾക്ക് അവൾ ഒഴിവാക്കണം എന്നുള്ള ആവശ്യമാണ് വന്നതെങ്കിൽ, അയാൾ അവൾക്ക് നൽകിയതൊന്നും തിരിച്ചു വാങ്ങാൻ പാടില്ല തിരിച്ചയക്കുമ്പോൾ എന്നുള്ളതാണ്. ഇത് രണ്ടാമത്തെ ഹാലതാണ്. ഇനി വൈൻകാനൽ മാനിമിൻ ഖിബലിഹ. തടസ്സം, അള്ളാഹുവിന്റെ നിയമം പാലിക്കാതിരിക്കുമ്പോഴുള്ള തടസ്സത്തിന്റെ ഹേതു അവളാണെങ്കിൽ, അവളുടെ ഭാഗത്തുനിന്നാണ് ആ മാനിയ വരുന്നതെങ്കിൽ, എങ്ങനെ വെച്ചാൽ കാൻ അബ്ഗളത്തുഹു ബുഗ്ളൻ. അയാൾക്ക് അവളോട് വല്ലാത്തൊരു വെറുപ്പ്, അവൾക്ക് അയാളോട് വല്ലാത്തൊരു വെറുപ്പുണ്ടായി. ലാ തസ്തതിഉ സബ്റ അലൈഹി.
ആ വെറുപ്പിൽ അയാളുടെ കൂടെ ക്ഷമിക്കാൻ അവൾക്ക് കഴിയാനല്ല, അതിന് മാത്രം വെറുപ്പുണ്ടായി. വൽ ഖിയാമമാഹു ബിഹുഖൂഖി സൗജിയ്യ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ട് അയാളുടെ കൂടെ കഴിഞ്ഞുകൂടുക സാധ്യമല്ലാത്ത വിധം വല്ലാത്തൊരു ഉറപ്പ് ആ മനുഷ്യനോട് അവൾക്ക് തോന്നി. വഖാഫത്തൻ തഖഅ ഫിൻ നുശൂസ്, മാത്രമല്ല ഇനിയും ഭാര്യയായി തുടരാനുണ്ടെങ്കിൽ താൻ നുശൂസിലേക്ക് വീണു പോകുമെന്ന് അവൾ ആശങ്കിച്ചു. എന്നുവെച്ചാൽ അയാളുമായി പിന്നെ അടുപ്പല്ലാത്ത, അയാളുടെ കൽപ്പനകളൊക്കെ ലംഘിക്കുന്ന, പിന്നെ അനുസരണക്കേട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് നുശൂസ്. ആ നുശൂസിൽ താൻ പെട്ടുപോകും എന്ന് അവൾക്ക് ആശങ്ക തോന്നി. അപ്പൊ യുസ്രിഫ് ഹുവ ഫിൽ ഉഖബ, നുശൂസിലേക്ക് താൻ പോകുമ്പോൾ മൂപ്പര് കഠിനമായി ശിക്ഷിക്കാനും സാധ്യതയുണ്ട്, മൂപ്പര് ഉഖൂബത്തിൽ ഇസ്രാഫ് ചെയ്യും എന്നും തോന്നി. എങ്കിൽ ഫമിനൽ അദിൽ അൻ തുഅ്തിയഹു മാ കാനത് അഖദത് മിൻഹു ബിസ്മി സൗജിയ്യ ലി യുഹില്ല ഉഖദതഹ, അങ്ങനെ അവൾക്ക് അയാളെ പിരിയണമെന്ന ആവശ്യം വന്നു കഴിഞ്ഞാൽ നീതി എന്താണ്? അൻ തുഅ്തിയഹു, അയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. മാ കാനത് അഖദത് മിൻഹു, അയാളിൽ നിന്ന് അവൾ എന്തൊക്കെ വാങ്ങിയിരുന്നുവോ അത്, ബിസ്മി സൗജിയ്യ, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പേരിൽ, താൻ അയാളുടെ ഭാര്യയാണെന്നുള്ളതിന്റെ പേരിൽ എന്തു വാങ്ങിയിരുന്നു അത് തിരിച്ചു കൊടുക്കണം. എന്തിന് അയാൾ തന്നതാണ്? ലി യുഹില്ല ഉഖദതഹ, താനുമായുള്ള വിവാഹബന്ധം ഹലാലാക്കാൻ വേണ്ടി തനിക്ക് അയാൾ തന്നിരുന്നത് അത് അവളുടെ ആവശ്യപ്രകാരം ഒഴിവാകേണ്ടി വന്നാൽ തിരിച്ചു കൊടുക്കണം എന്നുള്ള നീതി. ഫലാ യഖ്സറ മാലഹു വസൗജതഹു മാൻ, എന്ന് വെച്ചാൽ അയാൾക്ക് അയാളുടെ ഭാര്യയെയും അയാളുടെ സ്വത്തിനെയും ഒരേ സമയം നഷ്ടപ്പെടാൻ ഇടവരരുത് എന്നുള്ളതാണ് അവിടുത്തെ വകുപ്പ്. അമലൻ ബിർ റുഖ്സ ഫിൽ ആയ ഇത് തഅയ്യന ഹംലുഹു അലൈഹ, ഈ ആയത്തിൽ പറഞ്ഞതനുസരിച്ചുള്ള റുഖ്സയാണ് ഇവിടെ പ്രാവർത്തിയാക്കുന്നത്. കാരണം അത് ഇവിടെയാണ് പിന്നെ ആ ആശയത്തെ ഹംല ചെയ്യേണ്ടത്, ഈ ആശയത്തെ കൊണ്ടുവരേണ്ടത് ഇവിടെയാണ്. അതായത് അവൾ അയാളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നു, അവൾക്ക് അയാളിൽ നിന്ന് പിരിയണം എന്നുള്ള ആവശ്യം വരുന്നു, അവിടെയാണ് തിരിച്ചു വാങ്ങാമെന്നുള്ളത് വരുന്നത്. അതാണ് ഇല്ലാ ജഹാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്. അപ്പൊ ഫീമഫ്തദത് ബി, അവൾ തിരിച്ചു കൊടുക്കുന്നത്, സ്വയം കൊടുക്കുന്നത് അയാൾക്ക് എടുക്കാൻ തടസ്സമല്ല എന്ന് പറഞ്ഞ് അവിടെ മാത്രം വ്യാഖ്യാനിക്കണം, ചുമത്തണം. നഫിയുൽ ജുനാഹ ലിമാ ഫി ഹാദിൽ ഹാല ളാഹിറുൻ ഫിർ റജുൽ, തെറ്റില്ല ഈ സമയത്ത് എന്ന് പറഞ്ഞത് പുരുഷന്റെ കാര്യത്തിലാണ്. വജഅലഹു ബഅദുഹും മഅൽ മുഫ്രദ് ലിഖഫാഇഹി അലൈഹിം ഫി ജാനിബിൽ മർഅ, അവിടെ മുഫ്രദിന്റെ സീഗ കൊണ്ടുവന്നവരുണ്ട്. കാരണം അത് പെണ്ണിന്റെ ഭാഗത്ത് നിന്നുള്ളത് ഖഫിയാവും, അവ്യക്തമാവും എന്നുള്ളതിന്റെ പേരിൽ. വമാഹുവ യഖ്ഫ, എന്നാൽ അത് ഖഫി അല്ല. ഫൈനൽ മർഅത യുദമ്മു മിൻഹാ ശർഅൻ വഉർഫൻ അൻ തത്ലുബ തലാഖ്, പെണ്ണ് ആവശ്യമില്ലാതെ തലാഖ് തേടുക എന്നുള്ളത് ഉറുഫായിട്ടും ശറഅന്റെ നിയമപ്രകാരവും രണ്ടായാലും ആക്ഷേപിക്കപ്പെടാവുന്ന കാര്യമാണ്. വഖദ് റുഫിഅ അൻഹൽ ജനാഹ് ഫിഹ ബിഹാദൽ ഉദുർ ഫീഹി ബിഹാദൽ ഉദുർ, എന്നാൽ ആ കാര്യത്തിൽ ഈ ഒരു ന്യായം ഉണ്ടെങ്കിൽ, അയാളുമായിട്ടുള്ള ബന്ധം സുഖമായിട്ട് പോകൂല എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, ആ ഒരു ഉദുറുണ്ടെങ്കിൽ ആ കുറ്റം അവൾക്ക് വരില്ല, ആ കുറ്റം അവളിൽ നിന്ന് ഉയർത്തപ്പെടും. വഹുവ ഇൽമുഹാ ബിതഅദ്ദുരി ഇഖാമത്തി ഹുദൂദില്ലാഹി ഫി സൗജിയ്യ, എന്താ ഉദുർ? അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സൗജിയത്ത് മുന്നോട്ട് പോകില്ല, ഭാര്യാഭർത്തൃ ബന്ധം അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകില്ല, അത് മുതഅദ്ദിറാണ്, പ്രയാസകരമാണ് എന്ന് അവൾ അറിയാണ്. ആ അറിയുന്ന ഘട്ടത്തിൽ അവൾക്ക് കുറ്റമല്ല പിരിയുന്നതിന് എന്ന്. അല്ലാതെ ഒരു പുരുഷനെ വെറുതെ ഒഴിവാക്കാൻ ഒരു സ്ത്രീ ചോദിക്കാൻ പാടില്ല, തലാഖ് ആവശ്യപ്പെടാൻ പാടില്ല, അത് മദ്മൂമാണ് എന്നുള്ളതാണ്. വഖദ് യുഖാൽ, എന്നാ ഇങ്ങനെയും പറയാം, ഇന്ന ഹുനാക ഹാലത്തുൻ സാലിസ, ഇതല്ലാത്ത മൂന്നാമത്തെ ഒരു ഹാലും ഉണ്ട് അവിടെ. വഹിയ അൻ യക്റഹ കുല്ലു മിൻഹുമൽ ആഖർ വയവദ്ദ ഫിറാഖഹു, അതെന്താ? രണ്ടാളും പരസ്പരം വെറുക്കുക, പുരുഷൻ സ്ത്രീയെയും അതേസമയം സ്ത്രീ പുരുഷനെയും ഒരേ സമയം വെറുക്കുക, പിരിയാൻ വേണ്ടി രണ്ടാളും പരസ്പരം ആഗ്രഹിക്കുക. ഫനഖൂൽ ഇന്നൽ മത്ലൂബ ഫി ഹാദിഹിൽ ഹാൽ അസ്സബ്ര, ഈ ഒരു ഘട്ടത്തിൽ വാസ്തവത്തിൽ അള്ളാഹു ആവശ്യപ്പെടുന്നത്, അവിടെ മത്ലൂബായിട്ടുള്ള കാര്യം സബ്റാണ്. കാരണം അള്ളാഹ് പറഞ്ഞത് എന്താ? ഫൈൻ കരിഹ്തുമുഹുന്ന, നിങ്ങൾക്ക് ഈ സ്ത്രീകളോട് വെറുപ്പാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരോട് വെറുപ്പാണെങ്കിൽ, ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങൾക്കൊരു സംഗതിയോട് ഉറപ്പുണ്ടാവുകയും എന്നാൽ ആ ഉറപ്പുള്ളതോടുകൂടി തന്നെ അള്ളാഹു അതിൽ ധാരാളം ഖൈർ നിശ്ചയിക്കുകയും ചെയ്യുക എന്നുള്ളത് ഉണ്ടായേക്കാം. ഇസ്സാ 19. അപ്പൊ ഫൈൻ സബറ അഹദുഹുമാ ദൂനൽ ആഖർ, ഇതില് ഒരാൾ മാത്രം സബറിന് തയ്യാറാവുന്നു, മറ്റൊരാൾ സബറിന് തയ്യാറാകുന്നില്ലെങ്കിൽ ജാ അൽ വജ്ഹാനി സാബിഖാൻ, നേരത്തെ പറഞ്ഞ രണ്ട് വജ്ഹും അവിടെ വരും. ഫൈൻ ഇത്തഫഖാ അൽ ഫിറാഖ് ഖൗഫ മിന ശിഖാഖ്, ഇനി ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി ഷിഖാഖ് വരും, പരസ്പരം വിള്ളല് വരും, ജീവിതാകെ ഭദ്രത തകരും എന്നുള്ള
പേടിയുണ്ടെങ്കിൽ ഫിറാഖിനോട് യോജിച്ചാൽ വറളിയത്തിൽ ഇമ്രാത്ത് ബിൻ തൂത്തിയഹു ഷൈഅൻ സദ്ദഖ അലൈഹ, അയാള് സദാഖായി നൽകിയിട്ടുള്ള പിന്നെ എന്തെങ്കിലും സദഖ അലൈഹ അന്നഹയ താലിബത്തുൽ ഫസ്ഖ്, അവളാണ് ഫസ്ഖ് തേടുന്നത് എന്നുള്ള അവളുടെ കാര്യത്തിൽ ശരിയാവും. അപ്പൊ ആ സമയത്ത് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ അവള് സന്നദ്ധയാവുകയും ചെയ്യുന്നു. ഇതാണ് പറഞ്ഞത്. അപ്പോ ഫസ്ഖ് താൻ ആവശ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അയാളിൽ നിന്നുള്ള പിരിയൽ തനിക്ക് വേണ്ടതാണ് എന്ന് അവൾ ആവശ്യപ്പെടുന്നത് കൊണ്ട് അവൾക്ക് അയാൾ കൊടുത്തത് തിരിച്ചു കൊടുക്കാൻ അവൾ സമ്മതിക്കുക, ഇതിന്റെ ഇള ഉണ്ടാവുക. വജുംലത്തുൽ ഖൗൽ അന്നഹു ലാ യജൂസു ലിറജുൽ അൻ യഅഖുദ മിൻഹാ ഷൈഅൻ ഇല്ലാ ബിറിളാഹ വഖ്തിയാരിഹ. അവ ചുരുക്കി പറഞ്ഞാൽ എന്താ വെച്ചാൽ, പുരുഷൻ സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള സാമ്പത്തിക സൗകര്യം മറ്റുള്ള സംഗതികളിൽ നിന്ന് ഒന്നും തിരിച്ചു വാങ്ങാൻ അയാൾക്ക് അനുവാദമല്ല, അവളുടെ അനുവാദമല്ലാതെ. വഖ്തിയാരിഹ, അവളുടെ സ്വമേധയായുള്ള തീരുമാനമല്ലാതെ, നിർബന്ധിച്ച് ഒന്നും പാടില്ല. അവൾ സ്വാഭാവികമായി മുഖ്താറായി സമ്മതിക്കണം. മിൻ ഗൈരി ഈദാഇ മിൻഹു വലാ മദാറ, അയാളുടെ ഭാഗത്തു നിന്ന് ഒരു പീഡനമോ ഉപദ്രവമോ ബുദ്ധിമുട്ടിക്കലോ ഒന്നുമില്ലാതെ സ്വമേധയ അവൾ മുഖ്താറത്തായിട്ട് അത് സമ്മതിക്കണം. വയദുല്ലു അലാ ഹാദാ മാ വറദ ഫീ നുസൂലില്ലായ, ഇതേ ആശയമാണ് ഈ ആയത്തിന്റെ അവതരണ ഹേതുവായി വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അതിനുള്ള അവതരണ ഹേതു നുസൂലില്ലായത്തിന്റെ സബബ് പറയാം. അഖ്റജൽ ബുഖാരി വന്നസാഇ വബ്നു മാജഹ് വബ്നു മർദുവൈഹി വബൈഹഖി അൻ ഇബ്നു അബ്ബാസ് അന്ന ജമീല ബിൻത് അബ്ദുല്ലാഹി ഇബ്നു സുലൂൽ ഇമ്രാത്ത് സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ്, സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അബ്ദുല്ലാഹി ഇബ്നു സുലൂലിന്റെ പുത്രി ജമീല, അവള് അത്തത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലത് യാ റസൂലല്ലാഹ്, നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സാബിത്ത് ഇബ്നു ഖൈസ് മാഅതിബു അലൈഹി ഫീ ഖുലുഖിൻ വലാ ദീൻ, എന്റെ ഭർത്താവ് സാബിത്ത്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിലോ ദീനി നിഷ്ഠയുടെ കാര്യത്തിലോ എനിക്ക് യാതൊരു ആക്ഷേപം പറയാനില്ല. വലാകിൻ ലാ ഉതീഖുഹു, പക്ഷെ ആളിട്ട് സഹിച്ചു പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല. ബുഗ്ളൻ, എനിക്കുള്ള ആ വെറുപ്പുകൊണ്ട് തന്നെ. അക്റഹുൽ കുഫ്റ ഫിൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കെ കുഫർ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ കുഫർ പറഞ്ഞാൽ കുഫ്റു നിഅമത്തിൽ അഷീർ വ ഖിയാനത്തുഹു എന്നുള്ള ഐ കുഫ്റു നിഅമത്തിൽ അഷീർ ഐ കുഫ്റ നിഅമത്തിൽ അഷീർ വ ഖിയാനത്തുഹു. അഷീറിന്റെ, അതായത് സൗജിന്റെ അയാൾ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുക, അതിനോട് വഞ്ചന കാണിക്കുക എന്നുള്ള കുഫറാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ കാഫിറായി പോകുന്നുള്ള കുഫറല്ല. അപ്പൊ മുസ്ലിം ആയിരിക്കെ കുഫർ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് പിരിയണം. അപ്പൊ കാല നബി ചോദിച്ചു, ആ തെറുദ്ദീൻ അലൈഹി ഹദീഖത്തഹു, അയാൾ തന്നിട്ടുള്ള തോട്ടം നീ അയാൾക്ക് തിരിച്ചു കൊടുക്കുവോ? കാലത്തിന, അവൾ പറഞ്ഞു അതെ കൊടുക്കാം. കാല ഇഖ്ബലിൽ ഹദീഖ വതല്ലിഖ്ഹ തത്ലീഖ, അപ്പോ നബി പ്രാസപ്പിച്ചു പറഞ്ഞതാണ്, ഇഖ്ബലിൽ ഹദീഖ വതല്ലിഖ്ഹ തത്ലീഖ, ഹദീഖ സ്വീകരിച്ചോളൂ എന്നിട്ട് തലാഖ് ചൊല്ലിക്കോളൂ എന്ന് സാബിത്തിനോട്. വലഫ്ദു ഇബ്നു മാജഹ ഫഅമറഹു അൻ യഖുദ മിൻഹാ ഹദീഖത്തഹു വലാ യസ്ദാദ്, ഇബ്നു മാജയുടെ റിപ്പോർട്ടുള്ളത് ഇങ്ങനെയാണ്. ഫഅമറഹു അൻ യഖുദ മിൻഹാ ഹദീഖത്തഹു, താൻ കൊടുത്ത ഹദീഖ അവളിൽ നിന്ന് വാങ്ങാൻ നബി നിർദ്ദേശിച്ചു. വലാ യസ്ദാദ, കൂടുതലൊന്നും വാങ്ങരുത് എന്നും പറഞ്ഞു. വദക്കറ സുയൂത്തി ഫി അസ്ബാബിൻ നുസൂൽ മിൻ റിവായത്ത് ഇബ്നു ജരീർ അൻ ജുറൈജ് അന്ന ഖൗലഹു വലാ യഹില്ലു ലക്കും അൻ തഖുദു ഇലാ നസല ഫീ ദാലിക. ഇമാം സുയൂത്തി അസ്ബാബുൻ നുസൂലിൽ പറയുന്നത്, ഇബ്നു ജരീറിന്റെ റിവായത്തിൽ നിന്ന് ഇവിടെ പറയുന്നത് വലാ യഹില്ലു ലക്കും അൻ തഖുദു എന്നുള്ള ആയത്തിന്റെ അവതരണ ഹേതു ഇത് തന്നെയാണെന്നുള്ള. വഖദ് സഅമ ബഅദുൽ ഉലമാ അന്ന ഹാദിഹിൽ ആയത്ത് മൻസൂഖത്തുൻ ബിആയത്തിൻ നിസാ അല്ലത്തി ലസ്സസ്നാ ഫീഹാ, എന്നാൽ സൂറത്തുൻ നിസായിലെ ആയത്തിൽ അവിടെ ഇസ്തിസ്നാ ഒന്നുമില്ല, ഇല്ലാൻ യഖാഫ എന്നുള്ള ഇസ്തിസ്നാ ഒന്നുമില്ല. ആ ആയത്ത് വന്നതോടുകൂടി ഈ ആയത്ത് മൻസൂഖത്തായി പോയി എന്ന് ചിലർ പറയുന്നുണ്ട്. വലാ ദലീല അലാ ദാലിക, എന്നാൽ ആ പറച്ചിൽ തെളിവൊന്നുമില്ല. വൽ ജംഹൂർ വലാ ഖിലാഫിഹി, അങ്ങനെ മൻസൂഖായിട്ടുണ്ടെന്നുള്ള വാദത്തിനെതിരാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും നിലകൊള്ളുന്നത്. വഹാദൽ ഫിറാഖുൽ മബ്നിയു അലൽ ഇഫ്തിദാ യുസമ്മൽ ഖുൽഅ, ഇഫ്തിദാഇന്റെ പേരിൽ ഇങ്ങനെ പറയുന്ന ഫിറാഖ് ഫിമഖ്തദത് ബിഹി, അവൾ ഫിദിയയായി കൊടുക്കുന്നതെന്നുണ്ടല്ലോ, അങ്ങനെ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് അവൾ ആവശ്യപ്പെട്ട് പിരിയുന്ന പിരിച്ചിന്റെ പേരാണ് ഖുൽഅ, യുസമ്മൽ ഖുൽഅ. വഖദ് ഇഖ്തലഫ ഫീൽ ഉലമാ, ഈ ഖുൽഇന്റെ കാര്യത്തിൽ ഇഖ്തിലാഫ് ഉണ്ട് ഉലമാക്കൾക്ക്. ഹൽ ഹുവ തലാഖുൻ അം ഫസ്ഖുൻ, അത് ഫസ്ഖാണോ തലാഖാണോ? വലിക്കുല്ലി മദ്ഹബിൻ അദില്ലത്തുൻ ലൈസത് തഫ്സീറു ബിമഹല്ലിൻ ലഹ, ഈ വിഷയത്തിൽ ഓരോരുത്തർക്കും തങ്ങളുടേതായ ദലീലുകൾ പറയാനുണ്ട്.
ഈ തഫ്സീർ അതെന്നെ കൂടി പറയാനുള്ള മഹല്ലല്ല, സ്ഥാനമല്ല. അപ്പൊ ഇത്രത്ത് പല ഹാദൽ ഇഖ്തിലാഫ്, ഈ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വരുന്ന കാര്യം ഫിദ്ദത്തിൻ തലഖാത്തി സലാസ് ഹംല, 3 തലാഖുകൾ, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 2 ഒക്കെ ആണെങ്കിൽ ആ ഇദ്ദയുടെ കാര്യം. ഫി ഇദ്ദത്തിൽ മുഖ്തലിഅ, അതേപോലെ ഖുൽഇലൂടെ ബന്ധം പിരിഞ്ഞ സ്ത്രീയുടെ ഇദ്ദയുടെ കാര്യം. ഫൽ ജംഹൂർ അല അന്നഹ കഇദ്ദത്തിൽ മുതല്ലഖ, അവിടെ ജംഹൂർ പറയുന്നു സാധാരണ പുരുഷൻ തലാഖിൽ ഒരുത്തി മുതല്ലഖത്തായാൽ ഇദ്ദ എത്രയാണോ അതന്നെയാണ് അവൾ ആവശ്യപ്പെട്ട് ഖുൽഇലൂടെ ബന്ധം വിച്ഛേദിച്ചാലുള്ള ഇദ്ദയും. ഫി ഹദീസ് ഇബ്നു അബ്ബാസ് ഇൻദ അബീ ദാവൂദ് വത്തിർമിദി വന്നസാഇ വൽ ഹാകിം. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ, അബൂ ദാവൂദ്, തിർമിദി, നസായി ഒക്കെ പറയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ഇംറഅത്ത് സാബിത്ത് ബിൻ ഖൈസ് അൻ തഅതദ്ദ ബിഹൈളത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത്ത് ബിൻ ഖൈസിന്റെ ഭാര്യയോട് ഒരു ഹൈള് കാലം ഇദ്ദ ആചരിക്കാൻ പറഞ്ഞു എന്നാണ്. 3 അല്ല, ഒരു ഹൈള് കാലം. അപ്പോൾ വ്യത്യാസം, മറ്റേ 3 ഹൈള് കാലം അല്ലെങ്കിൽ 3 തുഹൂർ കാലമാണ്, ഇവിടെ ഒരു ഹൈള് എന്നാവും. ഹദീസ് റുബൈ ബിൻ മുഅവ്വിദ് ഇൻദ തിർമിദി, ഇതേപോലെയാണ് റുബൈ ബിൻ മുഅവ്വിദ് എന്നുള്ള ഹദീസ് തിർമിദിയിലുള്ളത്. ثم ختم الآية بوعيد من يخالف هذه الأحكام. ഇത്രയും പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിര് നിൽക്കുന്നവർക്കുള്ള താക്കീതോടു കൂടിയാണ് ആയത്ത് അവസാനിപ്പിച്ചത്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹാ എന്ന ഗൗരവമായ കൽപ്പന. ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ അതിർത്തികൾ, അള്ളാഹു നിശ്ചയിച്ച ഹദ്ദുകൾ, അത് അതിലംഘിച്ചു പോകരുത്. ഹാദിഹിൽ അവാമിർ വന്നവാഹി ഹിയ ഹുദൂദുല്ലാഹി ലിൽ മുആമലത്തി സൗജിയ്യ, ഭാര്യാഭർത്തൃ ബന്ധത്തിന് പരസ്പരമുള്ള പെരുമാറ്റത്തിന് അള്ളാഹു നിശ്ചയിച്ച ഹദ്ദുകളാണ് ഈ കൽപ്പനാ നിരോധങ്ങൾ. ഫലാ തതജാവസുഹാ ബിൽ മുഖാലഫ, അതിനെ എതിരുന്നുകൊണ്ട് അതിനപ്പുറം പോകരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അള്ളാഹുവിന്റെ ഹദ്ദുകൾ അതിലംഘിക്കുന്നവരാരോ അവർ തന്നെയാണ് ളാലിമീങ്ങൾ. അല്ലദീന സാറ ദുൽമു വസ്ഫൻ ലാസിമൻ ലഹും, അവരാണ് ളാലിമീൻ എന്ന് പറയുമ്പോൾ ദുൽമ എന്നുള്ളത് അവരുടെ വിട്ടുപോവാത്ത വസ്ഫായി മാറി. ദുൽമ അവർക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലായി. മുതമക്കിന മിൻ അൻഫുസിഹിം, ദുൽമ അവരുടെ നഫ്സിനെ സ്വാധീനിച്ച ഒരു വസ്ഫായിട്ട് മാറി. ദൂനൽ മുൽതസിമീൻ ലഹ, അത് ഇൽത്തിസാം ചെയ്യാതെ തന്നെ അത് അവരെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആഫത്തുൽ ഇമ്രാൻ വമഹലക്കുൽ ഉമം. ഇനി ളുൽമ് എന്ന് പറയുന്ന സംഗതി മനുഷ്യന്റെ നാഗരികതയെ നശിപ്പിക്കുന്ന ആഫത്താണ്. മുഹ്ലിക്കുലുമ, ഉമ്മത്തുകളെ നശിപ്പിക്കുന്ന നാശഹേതുകമാണ്. വൈന ളുൽമുൽ അസ്വാജ് ലിൽ അസ്വാജ് അറഖ ഫിൽ ഇഫ്സാദ് വഅജൽ ഫിൽ ഇഹ്ലാക് മിൻ ളുൽമിൽ അമീർ ലിർറഇയ്യ. ജൗജിമാരോട് കാണിക്കുന്ന ളുൽമ്, ആണ് പെണ്ണിനോടായിരുന്നാലും പെണ്ണ് ആണിനോടായിരുന്നാലും കാണിക്കുന്ന ളുൽമ്, അത് ഫസാദ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ആഴത്തിൽ വേരൂന്നുന്ന ളുൽമാണ്. മാത്രമല്ല ഹലാക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ കൂടുതൽ വേഗതയുള്ള ളുൽമാണ്. ഒരു ഭരണാധികാരി പ്രജകളോട് കാണിക്കുന്ന ളുൽമിനേക്കാളും നാശഹേതുകമാണ്, ഫസാദ് ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ജൗജിനോടോ കാണിക്കുന്ന ളുൽമ്. ലിഅന്ന റാബിത്തത്ത് സൗജിയ്യ അംതനു റവാബിത്ത് വഅഹ്കമുഹ, കാരണം മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും മത്തീനായ, ഏറ്റവും കെട്ടുറപ്പുള്ള, ബലവത്തായിട്ടുള്ള ഒരു റാബിത്തയാണ് ഭാര്യാഭർത്തൃ ബന്ധം. ഏറ്റവും അഹ്കമുഹ ഫത്ലൻ, ഏറ്റവും ശക്തമായി ഏറ്റവും ശക്തിയായി പിരിച്ച് വെച്ചിട്ടുള്ള, അതായത് ഒരിക്കലും അയയാൻ പാടില്ലാത്ത ശക്തമായി പിരിച്ചുണ്ടാക്കിയിട്ടുള്ള ബന്ധമാണ് ഫിൽ ഫിത്ര, മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതിയിൽ ഏറ്റവും ശക്തമായ ബന്ധമാണ് സൗജിയത്ത്. ഇത് ഫസദത്തിൽ ഫിത്രത്തു ഫസാദൻ, ഈ ഫിത്രത്തെങ്ങാനും ഒരു ഫസാദ് ആയി പോയാൽ ഇൻതക്കസ ബിഹി ഹാദൽ ഫത്ൽ, ഈ പിരിച്ചുണ്ടാക്കിയ ശക്തി ഒന്നായിട്ടുണ്ട് ഉടഞ്ഞു പോകും. വൻ ഖത ഹാദൽ ഹബ്, ഈ പാശം മുറിഞ്ഞു പോകും. ഫയു റജാഇൻ ഫിൽ ഇമ്മാ മിൻ ബാദി, പിന്നെ ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ എന്ത് പ്രതീക്ഷക്ക പിന്നെ വകള്ളത്? യംന വൻഹാ വലബുല്ലാഹി വസുഖ്ത, അള്ളാഹുവിന്റെ വളവും സ്വത്തും വരുന്നത് തടയാൻ എന്ത് ന്യായം പിന്നുണ്ട്? ഇത്രയും വൃത്തികേട് കാണിക്കുന്ന സമൂഹത്തിന് അള്ളാഹിന്റെ വളവും സ്വത്തും വരാതിരിക്കാൻ ആ തടയാൻ എന്തുണ്ട്? ഒന്നുമില്ല. സുമൈൻഹാ ളുൽമുൽ നഫ്സ്, മറ്റൊന്നുള്ള ഈ ളുൽമ് സ്വന്തത്തോടുള്ള ളുൽമാണ്. യുഅദ്ദി ഇല ശിഖാഇ ഫിൽ ആഖിറ, ആ സ്വന്തം ളുൽമ് ആഖിറത്തിലെ ദൗർഭാഗ്യത്തിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുക. കമാ അന്നഹു മുശിഖുൻ ബി തബിയതിഹി ഫി ദുനിയ, അവന്റെ ദുനിയാവിലെ തബിയത്തിലും മശഖത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ളുൽമ്.
അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ മൊത്തം പ്രശ്നമാണ് ഈ ദുൽമുണ്ട് എന്നാണ്. ഇനി നിലവിലുള്ള സാഹചര്യം, പിന്നെ റഷീദ് എഴുതുന്ന കാലത്തുള്ള ചില സംഗതികൾ അദ്ദേഹം കുറിക്കുകയാണ്. وقد بلغ التراخي والانفصام في رابطة الزوجية لأحدنا هذا مبلغا لم يعهد في عصر من الأصول الإسلامية. ഈ ബന്ധം, ഈ പാശം ഉറപ്പിച്ച് മുറുക്കി പിടിക്കുന്നതിൽ ഇൻഫിസാം പറഞ്ഞാൽ അത് മുറിഞ്ഞു പോകുന്നതിൽ, പിന്നെ അതേപോലെ തന്നെ തറാഹി എന്നാൽ കാലതാമസം വരുത്തുന്നതിൽ, ആ കാലതാമസം വരുത്തലും ഈ മുറിയലും എത്തിയിരിക്കുകയാണ്. എന്തില്? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഈ റാബിത്തയുടെ കാര്യത്തിൽ ഇൻഫിസാമും തറാഹിയും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ കാലത്ത് മബ്ലഗൻ ലം യുഹദ് ഫി അസ്രി മിനൽ ഉസൂൽ ഇസ്ലാമിയ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്തൊരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇന്നത്തെ സമൂഹം. എന്ത് ചെയ്യാണ്? പുരുഷന്മാര് ഒരു കൈയും കണക്കില്ലാതെ തലാഖ് എടുത്തുപയോഗിക്കുകയാണ്. അതേസമയത്ത് ഇങ്ങേ ഭാഗത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള അനുസരണക്കേടും ധാരാളം കൂടിയിരിക്കുകയാണ്. ഹുൽഇലൂടെ പുരുഷന്മാരിൽ നിന്ന് അകന്ന് ഫിദിയ വാങ്ങി പോവുക. ഫിദിയ എന്നാൽ പിന്നെ ത്വലാഖാണ് ഉദ്ദേശിക്കുന്നത്, ആ ഫിദിയാണ്. അത് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് പുരുഷന്മാരോട് പിന്നെ ഫിദിയ വാങ്ങി അഥവാ അവരോടുള്ള ബന്ധം പിരിഞ്ഞ് ഹുൽഇലൂടെ ബന്ധം അവസാനിപ്പിക്കുന്നവരുണ്ടാവും ധാരാളമായി. എന്തുകൊണ്ടാണ് കൊടുക്കുന്നതല്ലേ? അതെ, അവള് സ്വയമേധയാ കൊടുക്കുന്നതെന്നുണ്ടല്ലോ. കൊല്ലിന്റെ സ്ഥാനത്ത്, കൊല്ലിന്റെ സമയത്ത് അവള് സ്വമേധയാ കൊടുക്കുന്നതാണ്. അത് കൊടുത്ത് കൊല്ല് വാങ്ങി അത് ധാരാളമായി കൂടിയിട്ടുണ്ട് സ്ത്രീകളുടെ ഭാഗത്ത്. അത് വന്നതിൽ ഈ ഫസാദിൽ ഫിത്രാഫി സൗജൈൻ, ആണിന്റെയും പെണ്ണിന്റെയും കാര്യത്തിൽ അവരുടെ ഫിത്രത്താകെ തകരാറായി പോയത് കൊണ്ടാണ്. വാറ്റിദാഇ ഹുദൂദില്ലാഹി മിനൽ ജാനിബൈൻ, ഇരു ഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ ഹദ്ദുകൾ അതിലംഘിക്കുന്ന സ്വഭാവവും വല്ലാതെ മൂർച്ഛിച്ചുകൊണ്ടാണ് ഇത്രയൊക്കെ ആയത് എന്നാണ്. വഖദ് വറദ ഫീ കറാഹത്തി തലാഖ് ഫി ശറഇ മാ ഹുവ മശ്ഹൂർ. തലാഖ് ഈ ശറഇന്റെ വീക്ഷണത്തിൽ വളരെ മക്രൂഹായ, വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നുള്ളത് വളരെ മഷ്ഹൂറായിട്ട് എല്ലാവർക്കും അറിയാം. വറദ മിസ്ലുഹു അയ്ളൻ ഫീ തലാഖിൽ മർഅത്തി ലഹു. മാത്രമല്ല തലാഖ് ഒരു സ്ത്രീ ആവശ്യപ്പെടുന്നത് വളരെ മക്രൂഹായ കാര്യമാണെന്നുള്ളതും അതേപോലെ വന്നിട്ടുണ്ട്. കഹദീസ് സൗബാന ഇൻദ അഹ്മദ വഅബി ദാവൂദ വത്തിർമിദി വഇബ്നു മാജ വഇബ്നു ജരീർ വൽഹാകിം വൽബൈഹഖി ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യ ഇംറഅത്തിൻ സഅലത് സൗജഹ തലാഖ് മിൻ ഗൈരി മാ ബഅസ് ഫഹറാമുൻ അലൈഹി റായിഹത്തുൽ ജന്ന. അപ്പോ ഇബ്നു മാജ, തിർമിദി, അബൂ ദാവൂദ്, അഹ്മദ് വരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അതിൽ പറയുന്നത്, റസൂൽ പറയുന്നത്, ഏതൊരു പെണ്ണാണോ പ്രത്യേകിച്ച് ഒരു തകരാറുമില്ലാതെ തന്റെ പുരുഷനോട് തലാഖ് ആവശ്യപ്പെടുന്നത് അവൾക്ക് സ്വർഗഗന്ധം ഹറാമാണ്. ഫതലബു തലാഖ് വൽ ഖുൽ മഹ്ദൂറുൻ ഫി ഗൈരി ഹാലിൽ ളറൂറ അൽ മൻസൂസ ഫിൽ ആയ. ആയത്തിൽ നസ്സായി പറയുന്ന അനിവാര്യമായ സാഹചര്യം ഉടലെടുത്താലല്ലാതെ ഖുൽ ആവശ്യപ്പെടൽ, തലാഖ് ആവശ്യപ്പെടൽ, ഖുൽ ചെയ്യൽ ഹറാമാണ്, മഹ്ദൂറാണ്. ലക്കിനഹു യഖ, പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഗൗരവമായിട്ടും നിർബാധമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഖാലൽ ബൈളാവി വൽ ജംഹൂർ ഇസ്തക്റഹൂഹു വലാകിൻ നഫദൂഹു. ഇമാം ബൈളാവിയും ജംഹൂറും പറയുന്ന, ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇത് കറാഹത്താണെന്ന് അവർ മനസ്സിലാക്കുന്നു, പക്ഷെ അവരെ നടപ്പാക്കുന്നു, കറാഹത്തായിട്ടും അവരത് നടപ്പിൽ വരുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ 229-ാമത്തെ ആയത്തിൽ ഉള്ള തഫ്സീർ റഷീദ് അവസാനിപ്പിക്കുകയാണ്. ഇനി അതിന്റെ ബാക്കി. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. നിയമങ്ങൾ വിശദീകരിക്കാനാണ്. ഫൈൻ തല്ലഖഹ, ഇനി പുരുഷൻ അവളെ തലാഖ് പിരിച്ചാൽ, ഫലാ തഹില്ലു ലഹു മിൻ ബഅദ്, പിന്നെ അവൾ അയാൾക്ക് ഹലാലാവില്ല. ഇവിടെ തലാഖ് മറത്താനി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷമുള്ള തലാഖാണ് പറയുന്നത്. അതായത് റജ്ഇന് അവസരമില്ലാത്ത തലാഖാണ് പറയുന്ന തലാഖ്. ആ തലാഖ് കഴിഞ്ഞാൽ പിന്നെ ഹത്താ തൻകിഹ സൗജൻ ഗൈറഹ്,
അയാളല്ലാത്ത മറ്റൊരു സൗജിനെ അവൾ വെറുക്കുക, എന്നിട്ട് അവർ സ്വാഭാവികമായി പിരിയുക. ആ സമയത്ത് മറ്റേതൊരു പുരുഷനും ഇവൾ ആഗ്രഹിക്കാവുന്ന പോലെ മുൻ ഭർത്താവിനും ഇവൾ ആഗ്രഹിക്കാം, വിവാഹാന്വേഷണം ആക്കാം എന്നേ പറ്റുള്ളൂ. പൈൻ തല്ലഖഹ, എന്നിട്ട് ആ രണ്ടാമത്തെ പുരുഷൻ അവളെ തിരിച്ചാൽ ഫലാ ജുനാഹ അലൈഹിമ അൻ യതറാജഅ, മുമ്പുള്ള ആ ഭർത്താവിനും ഇവൾക്കും വീണ്ടും തിരിച്ച് ദാമ്പത്യത്തിലേക്ക് മടങ്ങുന്നതിന് തെറ്റില്ല. പക്ഷെ എങ്ങനെയാണെങ്കിൽ ഇൻ ലന്ന അൻ യുഖീമ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ ഹദ്ദുകൾ പാലിക്കുമെന്നുള്ള ബോധ്യം അവർക്കുണ്ടെങ്കിൽ എന്നാണ്. അള്ളാഹുവിന്റെ ഹദ്ദുകൾ ഇനി ഉള്ള ജീവിതത്തിൽ പാലിക്കുമെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ അവർക്ക് പഴയ പോലെ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകാം, തറാജു ആവാം. വത്തിൽക ഹുദൂദുല്ലാഹി യുബയ്യിനുഹാ ലിഖൗമി യഅലമൂൻ. ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ ഹദ്ദുകൾ, അള്ളാഹുവിന് ശേഷ അതിർവരമ്പുകൾ. കാര്യം മനസ്സിലാക്കുന്ന കൗമിന് വേണ്ടി അള്ളാഹു സവിശദം ഇതെല്ലാം പറയുകയാണ് എന്നാണ്. بعدين بين الله سبحانه وتعالى أن الطلاق مرتان وأنه يكون بلا عوض وقد يكون بعوض. ഇനി തലാഖ് രണ്ടു തവണയാണ് നേരത്തെ അള്ളാഹു തആല പറഞ്ഞു. ഇവളോട് കൂടിയും ഇവളില്ലാതെയും അതാവാം, പകരം വല്ലതും വാങ്ങിക്കൊണ്ടും വാങ്ങാതെയും അതാവാം എന്നുള്ള വകുപ്പുകളും പറഞ്ഞു. അതിനുശേഷം അള്ളാഹു പറയാണ് قال فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره أي فإن طلقها بعد المرتين طلقة ثالثة. നേരത്തെ പറഞ്ഞ തിരിച്ചെടുക്കാവുന്ന അവസ്ഥയുള്ള രണ്ട് മറത്തും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തൽഖ അവളുടെ നേരെ അയാൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വഹിയ അത്തസ്രീഹ് ബി ഇഹ്സാൻ, അതാണ് തസ്രീഹ് ബി ഇഹ്സാൻ എന്ന് പറയുന്നത്. അല്ലാൽക്ക് പിരിച്ചയക്കുക എന്ന് പറഞ്ഞത് ഈ മൂന്നാമത്തെ തൽഖ. ഫലാ യംലികു മുറാജഅതഹ, എങ്കിൽ പിന്നെ അവളെ തിരിച്ചെടുക്കാനുള്ള അവകാശം അയാൾക്കില്ല. ബാദ ദാലിക്, അതിനുശേഷം. ഇല്ല ഇദാ തസവ്വജത് ബി ആഖറ സിവാജൻ സഹീഹൻ മഖ്സൂദൻ, മറ്റൊരു പുരുഷനുമായി സ്വോദ്ദേശമുള്ള സഹീഹായിട്ടുള്ള സാധുവായ രീതിയിലുള്ള സാധാരണഗതിയിലുള്ള ഒരു ഭാര്യാഭർത്തൃ ബന്ധം അവൾക്കുണ്ടായാലല്ലാതെ. ഹസല ബിഹി മാ യുറാദ് ബി സിവാജ് മിനൽ ഗശയാൻ, എന്ന് വെച്ചാൽ സിവാജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗശയാൻ അതിനുണ്ടായിരിക്കണം. ഗശയാൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ശാരീരിക വീഴ്ച തന്നെയാണ് ഇതിനർത്ഥം. അതും സംഭവിച്ചിരിക്കണം. ഖാല ഉസ്താദുൽ ഇമാം ഉബ്ബിറാൻ തലഖത്തി സാലിസ ബി ഇൻ തല്ലഖഹ എന്നാണ് പറഞ്ഞത്, ഇദാ എന്ന് പറയാതെ. അപ്പൊ ഇൻ എന്ന് പറഞ്ഞാൽ അഥവാ സംഭവിച്ചാൽ എന്നാണ്. ഇദാ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രയോഗത്തിനാണ് പറയാം. അപ്പൊ ഇമാം മുഹമ്മദ് പറയാണ് ഇദാ പറയാതെ ഇൻ എന്ന് പറഞ്ഞത് ലിൽഇശ്ആർ ബി അന്നഹ ലാ യൻബഗി അൻ തഖഅ മുത്ലഖൻ, അത് മുത്ലഖായിട്ടാണ് സംഭവിക്കാൻ പാടില്ല എന്ന് ബോധിപ്പിക്കാനാണ്. കഅന്നഹു തആല ലാ യർളാ അൻ യതജാവസ തലാഖു അൽ മറത്തൈൻ, എന്ന് വെച്ചാൽ രണ്ട് മറത്തിന്റെ അപ്പുറത്തേക്ക് തലാഖ് പോകുന്നത് അള്ളാഹു സ്വാഭാവികമായി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിക്കാഹു ലഹു ഇത്ലാഖാൻ അൽ അഖദ് വമാ വറാ അൽ അഖദ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ അഖദ് ഉണ്ട്, അതിന് ശേഷമുള്ള കാര്യം രണ്ടും നിക്കാഹിന് പറയും. വഹുവൽ മഖ്സൂദുല്ലദീ മിൻഹു യുകന്നാഹു ബിദ്ദുഖൂൽ. ദുഖൂൽ എന്ന് പറയുമ്പോൾ, ദുഖൂൽ എന്ന് പറഞ്ഞാൽ ശാരീരിക വീഴ്ച തന്നെയാണ്. അത് കിനായത്തായി പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ മാ വറാ അൽ അഖദാണ്. വഖദ് ദഹബ സഈദ് ബിൻ മുസയ്യബ് ഇലാ അന്നൽ ഹല്ല യുഹ്സൽ ബിമുജറദിൽ അഖദ്. എന്നാൽ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു താബിഈ ഇവിടെ പറയുന്നുണ്ട് അഖദ് കൊണ്ട് മാത്രം, അതായത് ഒരു ഭാര്യാഭർത്തൃ ബന്ധം അഖദ് ഉണ്ടായാൽ മതി, അല്ലാതെ അവർ തമ്മിൽ ശാരീരിക വീഴ്ചയും മറ്റു കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. അല്ലാതെ തന്നെ ഹില്ല് വരാൻ, അതായത് ഭർത്താവിന് ഇവളെ വീണ്ടും വെറുക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷെ വഹുവ, ആ അഭിപ്രായം ഖിലാഫു മാ അലൈഹിൽ ജമാഹിർ മിന സ്വഹാബ വത്താബിഈൻ വമൻ ബഅദഹും, സഹാബികളുടെയും താബിഈങ്ങളുടെയും ശേഷം വന്നവരുടെയും കൂട്ടത്തിലെ ഭൂരിപക്ഷം അംഗീകരിച്ച നിലപാടിനെതിരാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം. ഇത് ഖാലു, അവരൊക്കെ പറഞ്ഞെന്താ, ലാ ബുദ്ദ മിനൽ മുഖാലത്ത് സൗജിയ്യ, ഇവർ തമ്മിൽ ഒരു അഖദ് മാത്രം ഉണ്ടായ പോരാ, സൗജിയത്തായ മുഖാലത്ത ഉണ്ടാവുക തന്നെ വേണം. മുഖാലത്ത് എന്നാൽ പറഞ്ഞു തന്നെ ശാരീരികമായിട്ടുള്ള കൂടിച്ചേരൽ. അഖ്ദൻ മിൻ ഇസ്രാദിൻ നിക്കാഹി ലിൽ മർഅത്തി, അത് എന്തുകൊണ്ട് നിക്കാഹ് എന്നുള്ള വാക്ക് ഇവിടെ അള്ളാഹു മർഅത്തിലേക്ക് ചേർത്തിയാ പറഞ്ഞത്. ഹത്താ തൻകിഹ സൗജൻ ഗൈറ, സാധാരണ പുരുഷന്മാരിലേക്ക് ചേർത്ത് പറഞ്ഞ വാക്കാണ് യൻകിഹ, പക്ഷെ ഇവിടെ തൻകിഹ എന്നാണ്. അപ്പൊ സ്ത്രീയിലേക്ക് നിക്കാഹ് ചേർത്ത് പറഞ്ഞതിൽ നിന്ന് പിന്നെ ഭാഷാ പ്രയോഗത്തിൽ നിന്ന് പണ്ഡിതന്മാര് അതിന് ഇസ്തിഖാഖ് ചെയ്യുകയാണ്, ഇസ്തിംബാത്ത് ചെയ്യുകയാണ് ഇവിടെ ശാരീരിക വീഴ്ച വേണം. മാൽ ഇൽമി ബിഅൽ മർഅത്ത് ലാ തതവല്ല അഖദ, എന്നാൽ അഖദിന്റെ അധികാരം സ്ത്രീക്കില്ല എന്നുള്ള മാലൂമാണ്. അഖദിന്റെ അധികാരം പുരുഷനാണ്. എന്നിട്ടും
വിവാഹം എന്ന വാക്ക് തൻകിഹ എന്ന് പറഞ്ഞ അവിടേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒമിൻ തസ്മിയത്തി മൻ തൻകിഹ് സൗജൻ, മാത്രമല്ല അവൾ വിവാഹം ചെയ്യുന്ന ആളെ സൗജ് എന്ന് പേര് വിളിച്ചതിലൂടെയും അതാണ് മനസ്സിലാക്കി തരുന്നത്. അതാഹുൽ മുവാഫിഖുൽ ഹദീസിൽ ഉസൈല അസ്സഹീഹ്, ഉസൈല എന്നുള്ള പ്രയോഗമുണ്ട് നബി പറഞ്ഞിട്ടുള്ളത്. പിന്നെ നീ അയാളുടെയും അയാൾ നിന്റെയും ഉസൈല അനുഭവിച്ചിട്ടല്ലാതെ ബന്ധം പിരിയാൻ പാടില്ല എന്ന് പറയുന്നു. അവിടെ ഉദ്ദേശിക്കുന്നത് ശൈലാന മധു എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കന്നെ. അപ്പൊ അവരെ നമ്മൾ മധുവിധു ഉണ്ടാവണം, രണ്ടാളും പരസ്പരം മധു നുകരണം എന്ന് നബി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഇതിനോട് മുവാഫിഖാണ്. വൽ മുൻതബിഖ് അലൽ ഹിക്മ ഫി മൻഅൽ മുറാജഅ, മാത്രമല്ല മുറാജഅത്ത് പാടില്ല, തിരിച്ചെടുക്കാൻ ഇതെല്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള യുക്തിയും അവിടെയാണ് യോജിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിന്റെ നിയമം. മറ്റൊരാളുമായി സ്വാഭാവികമായ വിവാഹം, ആ വിവാഹത്തിൽ സാധാരണ സ്ത്രീ പുരുഷന്മാർ ഉണ്ടാകാവുന്ന ശാരീരിക ബന്ധം, അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായുള്ള പിരിയൽ, ഇതൊക്കെ സംഭവിച്ചാലേ ആദ്യ പുരുഷന് തിരിച്ചെടുക്കാവുന്ന ഒരു സ്ഥിതി അവളുടെ കാര്യത്തിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. റവ ഷാഫിഈ വഅഹ്മദ് വൽബുഖാരി വമുസ്ലിം വഗൈറുഹും മിൻ ഹദീസ് ആയിഷ ഖാലത്ത് ജാഅത്ത് ഇംറഅത്തു റിഫാഅത്ത് ഖുറദി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇമാം ബുഖാരി മുസ്ലിമും മറ്റുള്ളവരൊക്കെ പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ റിഫാഅത്തുൽ ഖുറദിയുടെ ഭാര്യ റസൂലിന്റെ അടുക്കൽ വന്നു. ഫഖാലത്ത് ഇന്നി കുൻതു ഇൻദ റിഫാഅ ഫതല്ലഖനി ഫബിത്തു തലാഖി ഫബത്ത തലാഖി. അവർ പറഞ്ഞു, പിന്നെ ഞാൻ റിഫായയുടെ ഭാര്യയായിരുന്നു, പക്ഷേ അയാൾ എന്നെ തലാഖ് ചൊല്ലി. ഫബത്ത തലാഖി, എന്റെ തലാഖ് ബാത്താക്കി, ബാത്താക്കിനും മൂന്നാമത്തെ തലാഖും കഴിഞ്ഞു നിർത്തി. ഫതസവ്വജന അബ്ദുറഹ്മാൻ ബിൻ സുബൈർ, എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ സുബൈർ എന്നെ കല്യാണം കഴിച്ചു. അമാഹു ഇല്ലാ മിസ്ലു ഹുദ്ബത്തി സൗബ്, അയാളുടെ അടുക്കലുള്ളത് ഹുദ്ബത്ത് സൗബ് പോലെ ഒരു, പിന്നെ അയാളെ കുറിച്ചുള്ള ഒരു സ്വകാര്യം പറഞ്ഞ ഒരു പ്രയോഗമാണ്. ഹുദ്ബത്ത് സൗബ് പോലത്തെ മരുന്ന് മുമ്പെടുത്തുള്ളൂ. അപ്പൊ തബസ്സമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി ഒന്ന് പുഞ്ചിരിച്ചു. വഖാൽ അതുരീദീന തർജി ഇലാ റിഫാ, നിനക്ക് ഇയാളെ വേണ്ട, റിഫായിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ഉദ്ദേശം. അപ്പൊ റസൂൽ പറയല്ല, പറ്റില്ല. ഹത്താ തദൂഖി ഉസൈലതഹു വയദൂഖ ഉസൈലതകി, നിന്റെ ഉസൈല അയാളും ആസ്വദിക്കണം, അയാളുടെ ഉസൈല നീയും ആസ്വദിക്കണം, അതുവരെ പറ്റില്ല റിഫായിലേക്ക് തിരിച്ചു പോകാൻ. വൽ ഉസൈല കിനായത്തുൻ അൻ അഖല്ലി മാ യകൂൻ മിൻ തഗശ്ശി റജുൽ ലിൽ മർഅ, ഉസൈല എന്ന പ്രയോഗം ഒരു പുരുഷൻ സ്ത്രീയിൽ നിന്നുള്ള തഗശ്ശി, ശാരീരിക വീഴ്ച, അതിന് ഏറ്റവും ഖലീലായ രൂപത്തെ പിന്നെ സൂചിപ്പിക്കുന്ന വ്യംഗ്യ പ്രയോഗമാണ്. അതൊക്കെ സുയൂത്തി ഫി അസ്ബാബിൻ നുസൂൽ, ഈ ആയത്തിന്റെ അവതരണ ഹേതുവായി ഇമാം സുയൂത്തി പറയാണ്, അന്ന ഹാദിൽ ആയത്ത് നസലത് ഫി ഇംറഅത്തി റിഫാ ഹാദിഹി വഇസ്മുഹ ആയിഷ, റിഫായുടെ ഇപ്പറഞ്ഞ സ്ത്രീയുടെ, ആയിഷ എന്ന പേരുള്ള സ്ത്രീയുടെ കാര്യത്തിലാണ് ഈ ആയത്ത് വന്നത്. ബിൻത് അബ്ദുറഹ്മാൻ ബിൻ ഉതൈഖ് വറിഫാത്ത് ബിൻ വഹബ് ബിൻ ഉതൈഖ് ബിൻ അമ്മിഹ. وساق الحديث من رواية بن المنذر عن مقاتل بن حيان وفيه أنها قالت إنه طلقني أي عبد الرحمن زوجها الثاني قبل أن يمسني أفارجل الأول. അപ്പോ ഈ റിവായത്തിൽ ഇത്രയും കൂടി ഉണ്ട്, അബ്ദുറഹ്മാൻ എന്ന രണ്ടാം ഭർത്താവ് തന്നെ തലാഖ് ചൊല്ലി ഞാനുമായിട്ടുള്ള മസ് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട്, ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പായിട്ട്. അപ്പൊ എനിക്ക് ആദ്യത്തെ ആളിലേക്ക് തിരിച്ചു പോകാമോ റസൂലെ? റസൂൽ പറഞ്ഞില്ല, ഹത്ത യമുസ്സ, പറ്റില്ല, മസ് ഉണ്ടാവാതെ തിരിച്ചു പോകൽ പറ്റില്ല. വഖൽ മുഫസ്സിറൂൻ വൽ ഫുഖഹാ ഫി ഹിക്മത്ത് ദാലിക്. അപ്പൊ രണ്ടാമത്തെ പുരുഷനിൽ സ്വാഭാവികമായും ദാമ്പത്യം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഊവണിയണം എന്ന് പറഞ്ഞതിലുള്ള ആശയം, ഇതിലുള്ള ഹിക്മത്തായി മുഫസ്സിറുകളും ഫഖീഹുമാരും പറയുന്നത് എന്താണ്? ഇന്നഹു ഇദാ അലിമ റജുൽ അന്ന മർഅ ലാ തഹില്ലു ലഹു ബഅദ അൻ യുത്ലിഖഹ സലാസ മർറാത്ത് ഇല്ലാ ഇദാ നകഹത് സൗജൻ ഗൈറ, മറ്റൊരു പുരുഷനെ വെറുക്കുകയാണെങ്കിൽ അല്ലാതെ, എന്നിട്ട് അവൾ അയാളുടേതായി പൂർണ്ണമായും മാറിയെങ്കിൽ അല്ലാതെ, എന്നിട്ട് പിരിഞ്ഞാലല്ലാതെ തനിക്ക് 3 തലാഖിന് ശേഷം ഈ പെണ്ണിനെ കിട്ടില്ല, ഹലാലാവില്ല എന്നൊരു പുരുഷൻ മനസ്സിലാക്കിയാൽ പൈനഹു ഉയർത്തലിയോ, അയാൾക്കൊരു പേടിയുണ്ടാവും, ഒരു വേട്ടുണ്ടാവും. എന്നഹു മിമ്മ തഅബാഹു ഗൈറത്തുർ റിജാൽ, കാരണം തൻ്റേതെന്ന് വിചാരിക്കുന്ന സംഗതി മറ്റൊരാൾ കൊണ്ടുപോകുമ്പോഴുള്ള ഒരു വികാരമാണ് ഗൈറത്ത്. അപ്പൊ ഒരു പുരുഷൻ ഉണ്ടാകുന്ന ഒരു ഗൈറത്ത് ഒരിക്കലും സമ്മതിക്കാത്ത ഒന്നാണ് തന്റെ സ്ത്രീ വേറെ ആളുടേതായി പോകുന്നുള്ളത്. ഗൈറത്തു ഷഹാമത്തും, ഷഹാമത്തും ഗൈറത്തും ഒക്കെ ഏതാണ്ട് ഒരു അർത്ഥം. തനിക്ക് മാത്രം അവകാശപ്പെട്ട് വേറെ ആൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികതയാണ്. അപ്പൊ ആ ഗൈറത്തിനും ഷഹാമത്തിനും യോജിക്കൂല. വേറൊരാളിലേക്ക് പോയി അയാൾ ഒഴിവാക്കിയാൽ മാത്രമേ തനിക്ക് പറ്റുള്ളൂ എന്നുള്ള നിയമം. അവളുള്ള സ്വാഭാവികമായി 3 തലാഖിലൂടെ അവളെ പിരിക്കാൻ ഒരു പുരുഷൻ തയ്യാറാവില്ല.
വലാസിയമ ഇതാക്കൽ അതുമുനാദറില്ല. പ്രത്യേകിച്ചും ഈ രണ്ടാമത് കല്യാണം കഴിക്കുന്ന പുരുഷൻ തന്റെ പ്രതിയോഗിക ശത്രുവൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ആ വെറുപ്പ് കൂടും, അതുണ്ടാവും. ഞാൻ നസീദ് അലദാലിക്ക് ആലിമീങ്ങൾ പറഞ്ഞ ഈ ഹിക്മത്തിനേക്കാൾ നാം ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. ബഷീറുള്ള പറയാം, ഇഞ്ചിലല്ലത് യുത്തല്ലിഖ് സൗജത്തഹു സുമ്മ യഷ്റബിൽ ഹാജ ഇലൈഹ ഫയർതജിഉഹ നാദിമൻ അലാ തലാഖിഹ. ഒരാള് പിന്നെ തന്റെ സൗജത്തിനെ തലാഖിൽ, എന്നിട്ട് അവളെ തിരിച്ചു കിട്ടണമെന്നുള്ള ഒരു ബോധം, ഒരു ഷുഹൂർ ആൾക്കുണ്ടാവുക. അവളെ തലാഖിൽ ഖേദം വന്നുകൊണ്ട് സുമ്മ എംകൊത്തു ഇസ്രത്തഹ ബഅദാലിക ഫയതുല്ലിഖുഹ. അങ്ങനെ പിന്നെ വീണ്ടും അവളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം ആൾക്ക് ഉറപ്പാവുകയാണ്. അപ്പോൾ വീണ്ടും തലാഖില്ല. സുമ്മ അബ്ദുലഹു, പിന്നെ അയാൾക്ക് ബോധ്യം വരികയാണ് വയത്രജ ഹിന്ദഹു അതുമൽ ഇസ്തിഗ്നാ അൻഹ, അവളെ കൂടാതെ അതിന് കഴിയില്ല എന്ന്. ഫയർതജുഹ സാനിയ, അങ്ങനെ രണ്ടാമതും അവളെ അയാൾ തിരിച്ചെടുക്കുക. വൈനഹു യത്തിമു ലഹു ബിദാലിക ഇഖ്തിബാറുഹ, അതോടുകൂടി അയാൾക്ക് അവളെ ഇഖ്തിബാർ ചെയ്യാനുള്ള താമയുള്ള അവസ്ഥ വരികയാണ്. അവളെ വേണോ വേണ്ട എന്നുള്ള പരിശോധന. ഇതിന് തലാഖൽ അവൽ, കാരണം ഒന്നാമത്തെ തലാഖ് റുബമ ജഅൻ ഗൈറ റവിയ്യത്തിൻ താമ, വീണ്ടും വിചാരം വേണ്ടത്രല്ലാതെ സംഭവിച്ചതായിരിക്കാം. മാരിഫത്തൻ സഹിഹ മിൻഹു ബിമദാരി ഹാജത്തിഹി ഇംറാത്തിഹി, തനിക്ക് തന്റെ ഭാര്യ എത്രമാത്രം ആവശ്യമുണ്ട് എന്നുള്ള കൃത്യമായ അറിവ് വരുന്നതിന് മുമ്പ് ഒരു പിന്നെ വികാരത്തിനൊക്കെ സംഭവിച്ചതായിരിക്കാം ആദ്യത്തേത്. വലാക്കിന് തലാഖ് സാനി, എന്നാൽ രണ്ടാമത്തെ തലാഖോ ലായക്കുൻ കദാലിക്, അത് ആദ്യത്തേന് മാതിരിയാവില്ല. ലനഹു ലായക്കൂൻ ഇല്ലാ ബഅദൻ നദ്മി അലാമാക്കാൻ അവ്വല, ആദ്യം ഉണ്ടായതിൽ ഖേദം വരുമ്പോഴേ രണ്ടാമത് തിരിച്ചെടുക്കലും പിന്നെയും തലാഖൊക്കെ ഉണ്ടാവും. ബഷൂർ ബെന്നഹു ഖാന ഖത്താൻ, തന്റെ ആദ്യ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള ബോധ്യം വരുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ. ഉദാലിക്ക കൊല്ല, ഇതുകൊണ്ടാ പറഞ്ഞത് ഇന്നലെ ഇഖ്തിബാർ എത്തിമുബി, ഈ രണ്ടാമത്തോടു കൂടി ഇഖ്തിബാർ താമാവാണ്. വൈദാഹു റാജഅഹ ബഅദഹു, അത് കഴിഞ്ഞിട്ട് അവളെ അയാൾ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ കാന ദാലിക തർജീഹൻ ലിഇംസാക്കിഹ അലാ തസ്രീഹിഹ, അവളെ പിരിച്ചയക്കുക എന്നുള്ളതിനേക്കാൾ താൻ പ്രിഫർ ചെയ്യുന്നത് അവളെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് എന്നതിന് തെളിവാണ് ആ രണ്ടാമത്തെ തിരിച്ചെടുക്കൽ. അൻ യഊദ ഇലാ തർജീഹി തസ്രീഹ് ബഅദ അൻ റഹബ ഇഖ്തിബാർ അത്താം മർജൂഹൻ. എന്നാൽ ഈ പൂർണ്ണമായ പരിശോധനയിലൂടെ അവളെ തിരിച്ചെടുക്കണമെന്ന് കണ്ടതിന് ശേഷം തസ്രീഹിലേക്ക് ഒരു പ്രിഫറൻസ് വരാറുള്ളത് വളരെ അത് വളരെ നടക്കാത്ത. ഇനി അഥവാ അങ്ങനെ ഒന്നും അയാൾ മൂന്നാമത് കഴിഞ്ഞാൽ ഈ കക്ഷി ബുദ്ധിയും അദബും കുറഞ്ഞ ഒരാളാണ് എന്ന് വ്യക്തമാണ്. കാരണം തന്റെ കയ്യിലിട്ട് പിന്നെ മറിക്കാനും തിരിക്കാനും ഇഷ്ടപ്പെടുമ്പോഴൊക്കെ കളിക്കാനുള്ള ഒരു പന്താക്കാൻ സ്ത്രീയെ പാടില്ല. തനിക്കിഷ്ടം തോന്നുമ്പോഴൊക്കെ തിരിച്ചെടുക്കാനും തട്ടിക്കളിക്കാൻ തോന്നുമ്പോൾ തട്ടിക്കളിക്കാനും ഒക്കെ ഉള്ള ഒരു പന്താക്കി മാറ്റാൻ പറ്റില്ല. ബൽ യക്കൂൻ മിനൽ ഹിക്മ അൻ തുബയ്യിനഹു മിൻ വയഖ്റുജ അംറുഹാ മിൻ യദി. കാരണം പിന്നെ അവിടെ ശരിക്കുള്ള യുക്തി എന്താന്ന് വെച്ചാൽ അയാളിൽ നിന്ന് അവൾ പൂർണ്ണമായും പിന്നെ ബായിനാവില്ല, അയാളിൽ നിന്ന് അവളുടെ പൂർണ്ണ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോകുക. ലിഅന്നഹു അലിമ അല്ലാ സിഖത ബിൽതിആമിഹിമ വഇഖാമത്തി മാ ഹുദൂദുല്ലാഹി തആല. കാരണം ഇവർ തമ്മിൽ യോജിച്ച് മുന്നോട്ട് അള്ളാഹുവിന്റെ ഹദ്ദുകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല എന്നാണല്ലോ മനസ്സിലാക്കിയത്. അങ്ങനെയൊക്കെ തമ്മിൽ ശരിയാവില്ല മനസ്സിലാക്കി രണ്ടാളും പിരിഞ്ഞതിന് ശേഷം അവൾ വേറൊരാളെ കല്യാണം കഴിച്ചു. അൻ റാഗിബത്തിൻ, കല്യാണം കഴിക്കണം എന്നുള്ള മോഹത്തോടു കൂടി തന്നെ, റാഗബത്തോടു കൂടി തന്നെ. വത്തഫഖൻ തലഖഹ ലാഖർ ഔ മാതൻഹ, എന്നിട്ട് ആ രണ്ടാമത് കല്യാണം കഴിച്ച ആൾ സ്വാഭാവികമായും അവളെ തലാഖ് സംഭവിച്ചു, അല്ലെങ്കിൽ അവൾ ജീവിച്ചിരിക്കുക ആൾ മരിച്ചുപോയി. സുമ്മ റഗിബ ഫീഹിൽ അവ്വൽ, എന്നിട്ട് ആദ്യത്തെ ഭർത്താവിന് പിന്നെയും അവളിൽ മോഹമുണ്ടായി. വഹബ്ബൻ യതസവ്വജ ബിഹ, അവളെ കൂടെ കല്യാണം കഴിക്കാൻ ആൾക്ക് ഇഷ്ടമുണ്ടായി. വഖദ് അലിമ അൻഹ സ്വാറത്ത് ഫിറാശൻ ലിഗൈരി, ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് തന്റെ മുൻ ഭാര്യ മറ്റൊരാളുടെ ഫിറാഷായി മാറിക്കഴിഞ്ഞ ആളാണ്. എന്നിട്ടും വറദിയത്ത് ഹിയ ബിൽ അബ്ദിലൈ, അയാളിലേക്ക് തിരിച്ചു വരാൻ അവൾക്കും ഇഷ്ടം വന്നു. എങ്കിൽ ഫൈന റജാ ഇൽതിആമിഹിമ വഇഖാമത്തി മാ ഹുദൂദുല്ലാഹി തആല യകൂനു ഹീനഇദിൻ ഖബീൻ ജിദ്ദ. അങ്ങനെയൊക്കെ തമ്മിൽ അറിഞ്ഞിട്ടും തിരിച്ചു വരാനും തിരിച്ച് ഒരുമിച്ച് ജീവിക്കാനും
മോഹം ഉണ്ടായാൽ ആ റജ എന്ത് പ്രതീക്ഷ ഈ ഫീൽത്തി ആമിഹിമ അവര് മുറിയൊക്കെ കൂടി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്നും അള്ളാഹുവിന്റെ ഹദ്ദ് അവർ ഇനിയുള്ള ജീവിതത്തിൽ പാലിക്കുമെന്നും ഉള്ള പ്രതീക്ഷ യക്കൂനു കവിയൻ ജിദ്ദ ശക്തമായ പ്രതീക്ഷയായിട്ട് മാറും. വലുതാലിക്ക ഹില്ലത്ത് ലഹു ബാദൽ ഇദ്ദ അതുകൊണ്ടാണ് അയാൾ രണ്ടാമത്തെ ആളിൽ നിന്ന് അവളുടെ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് അവൾ ഹലാലാകുന്നത്, ആദ്യത്തെ ആൾക്ക് ഹലാലാകുന്നത്. വഖദ് ശറഹ്നൽ ഹിക്മത ബിനാഅൻ അലമാ ഫസ്സർനാ ബിഹി കൗന തലാഖ് മറത്തൈൻ. ഈ ഹിക്മത്തൊക്കെ നമ്മൾ വിശദീകരിക്കുന്നത് തലാഖ് 2 തവണ എന്ന് വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. വകൗന നിക്കാഹ് ലിസൗജിൻ ആഖർ ഹുവ മാ യകൂൻ ബൈന സൗജൈൻ ബിൽ അഖ്ദ് സ്വഹീഹ് വഹുവ അൽ 2 വട്ടം, പിന്നെ 3ാമത്തെ തലാഖും കഴിഞ്ഞിട്ട് ഇവൾ മറ്റൊരു സൗജന്റെ സൗജത്തായിട്ട് മാറുക, അതും ശരിയായ അഖദോടുകൂടി. എന്നിട്ട് സ്വാഭാവികമായി അയാളിൽ നിന്ന് തലാഖ് ഉണ്ടാവുക, അല്ലെങ്കിൽ അയാൾ മരിച്ചു പോയിട്ട് പിരിയ. അങ്ങനെ ആകുമ്പോഴാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ. ഇനി ആയത്ത് പറയാം, ഫൈൻ തല്ലഖഹ ഇനി അസ്സൗജു സാനി രണ്ടാം ഭർത്താവ് അവളെ തലാഖ് ചെയ്താൽ ഫലാ ജുനാഹ അലൈഹിമ ഈ 2 പേർക്കും, അതായത് രണ്ടാമത്തെ ഈ പറഞ്ഞ സൗജനും ഈ സ്ത്രീക്കും പിന്നെ തെറ്റില്ല. അന്യ തറാജ സൗജു സാനി വൽ മർഅ അന്യ തറാജ. അവിടെ സൗജു സാനി എന്നിവിടെ പറഞ്ഞു, പക്ഷെ ശരിക്കും ഉദ്ദേശിക്കുന്നത് സൗജുൽ അവ്വലാണ്. എന്തുകൊണ്ട് സാനി എന്ന് പറഞ്ഞു അറിയില്ല. അതായത് ആദ്യത്തെ ഭർത്താവിനും ഈ സ്ത്രീക്കും അവരുടെ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകാൻ തെറ്റില്ല എന്നാണ്. അന്യതറാജ ഹാദ മഖ്താറഹു ഉസ്താദ് ഇമാം ഖിലാഫുൽ ജലാൽ വാഹിമൽ ഖായിലി അന്ന മുറാദ സൗജുൽ അവ്വൽ. എന്നാൽ ഇവിടെ ഉസ്താദ് ഇമാം പറഞ്ഞ സൗജു സാനിയാണ്. അതേ സമയത്ത് ബാക്കിയുള്ള ജലാലുദ്ദീൻ സുയൂത്തി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് സൗജുൽ അവ്വലാണ്. ഖാല വഹിക്മത്തുഹു ബഅദ ഖൗലിഹി തആല വബുഉലതുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന. അതിനുള്ള ന്യായം പറയുന്നത് എന്താ? അവരെ തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കൂടുതൽ യോജിപ്പുള്ളത്, അഹഖിയത്തുള്ളത് അവരുടെ ഭർത്താക്കന്മാർ തന്നെയാണെന്നുള്ള വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്. സൂറത്തുൽ ബഖറ 228. ഈ ഇസാലത്തു വഹമ്മൻ യതവഹം അന്ന സൗജൽ അവ്വൽ യകൂനു അഹഖ ബിഹ. ആദ്യത്തെ ഭർത്താവിനാണ് അവളെ തിരിച്ചു പിടിക്കാൻ കൂടുതൽ പിന്നെ യോജിപ്പ് എന്ന് ബാധിക്കുന്നവർക്കുള്ള സംശയം നീക്കം ചെയ്യുന്നു. ബഹുലത്തു നാഖുബിറദ്ദിഹിന്നുള്ള വാക്ക് എന്നാണ് ഇദ്ദേഹം പറയുന്നത്, ഉസ്താദ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഭർത്താവിന് തന്നെയാണ് തിരിച്ചു അവളെ കൊണ്ടുവരാൻ അവകാശം എന്ന്. കാരണം ഇപ്പൊ നിലവിലുള്ള ഭർത്താവ് ആയിട്ടുണ്ടായിരുന്ന ഇയാളാണല്ലോ, രണ്ടാമത്തെ ആളാണ്. അപ്പോ ആ ഭർത്താവിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ്. വലാ തദ്ഹറു ലനാ ഹിക്മത്തു ഫി ഖൗലി ഇന്നൽ മുറാദ് അസ്സൗജുൽ അവ്വൽ വൽ മർഅ. ഇവിടെ അവർ രണ്ടുപേരും തിരിച്ചു പോകുന്നതിന് തെറ്റില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭർത്താവും സ്ത്രീയുമാണ് എന്ന് പറഞ്ഞതിലുള്ള യുക്തി നമുക്ക് ബോധ്യാകുന്നില്ല എന്നാണ്. വലാ കുല്ലി മിനൽ ഖൗലൈൻ. ഇനി എന്തെന്നാവട്ടെ, ഈ 2 വാദത്തിൽ ഏതാവട്ടെ, ലാബുദ്ദ ഫി തറാജു തിരിച്ചു പോക്ക് അനിവാര്യം, മിൻ മുറാഅത്തി ശർത്തിഹി എന്ന ഷർത്ത് പാലിച്ചുകൊണ്ട്. വഹുവ ഖൗലുഹു ഇൻ ളന്ന അൻ യുഖീമ ഹുദൂദല്ലാഹ്. അള്ളാഹുവിന്റെ ഹദ്ദുകൾ അവർ പാലിക്കുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എന്നുള്ള ഷർത്ത്. ഐ തറജ്ജഹ ഇന്ദ കുല്ലി മിൻഹുമ അൻഹു യഖൂം ബി ഹഖിൽ ആഖർ. കാരണം ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പിന്നെ 2 പേർക്കും ബോധ്യമാണ്, അവരുടെ മനസ്സിൽ പിന്നെ റുജ്ഹാൻ വന്നിരിക്കുകയാണ്, താൻ മറ്റേ ആളുടെ ഹക്ക് ശരിക്കും വകവെച്ച് കൊടുക്കും, പെണ്ണ് ആണിന്റെ ഹക്കും ആണ് പെണ്ണിന്റെ ഹക്കും ശരിക്കും വകവെച്ച് കൊടുക്കും എന്നുള്ള കാര്യം അവരുടെ മനസ്സിൽ റാജിഹായിട്ട് വന്നു. ഏത് നിലക്ക് കൊടുക്കും? അലൽ വദിഹില്ലദി ഹദ്ദഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നിശ്ചയിച്ച നിയമപ്രകാരം കൊടുക്കും. ഫലാ ബുദ്ദ, അങ്ങനെ വരുമ്പോൾ ഫലാ ബുദ്ദ മിൻ ഹുസ്നിൽ ഖസ്ദി വ സലാമത്തിൻ നിയ്യ മിൻ കുല്ലി മിൻ സൗജൈൻ. ആണിനും പെണ്ണിനും നല്ല പിന്നെ സലാമത്തു നിയ്യത്ത് വേണം, ഹുസ്നുൽ ഖസ്ദ് വേണം, സൗദ്ദേശം വേണം, അതേപോലെ തന്നെ വളരെ സലീമായിട്ടുള്ള ഉദ്ദേശം നിയ്യത്ത് വേണം. ലിഅന്ന അല്ലാഹു തആല മാ വളഅ ഹാദിഹിൽ ഹുദൂദ ലിസ്സൗജൈൻ ഇല്ലാ ലിയസ്ലുഹ ഹാലുഹുമാ വയസ്തഖീമ അമലുഹുമാ. കാരണം ആണിനും പെണ്ണിനും അള്ളാഹു നിയമങ്ങൾ വെച്ചത് അവരുടെ ഹാൽ നന്നാവാൻ, അവരുടെ അമല് ശരിയാവാൻ വേണ്ടി മാത്രമാണ്. അതിൻ കാനത്ത് ഹുനാക നിയ്യത്തു സൂഇൻ, എന്തെങ്കിലും ഒരു ദുരുദ്ദേശം അവിടെ രണ്ടാമതൊരാൾക്കുണ്ടെങ്കിൽ ഫൈൻഹാ തറാജു ലാ ഖീമത ലഹു ഇൻദല്ലാഹ്, ഈ തിരിച്ചു വരവിന് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു വിലയില്ല. വൈൻ സഹ ഇൻദൽ ഖാളി അവൽ മുഫ്തി അമലൻ ബിൽ ളാഹിർ. ളാഹിറനുസരിച്ച് ഖാലിക്കും മുഫ്തിക്കും ഒക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? നിയമപ്രകാരം ആവാം. പക്ഷെ നിയമത്തിന്റെ ഭയത്തിനപ്പുറം ഇവിടെ ഭാര്യാഭർത്തൃ വൈകാരികത എന്നുള്ള സംഗതി ഉണ്ട്. ആ സംഗതി ഒരിക്കലും ഇവിടെ നടക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ആ തിരിച്ചുവരവിന് ഒരു മൂല്യവും വില കൽപ്പിക്കപ്പെടുകയില്ല എന്ന്. ഇനിയും വന്ന അൻ യുഖീമ ഹുദൂദല്ലാഹ്,
ഇവിടെ ലന്നിന് ഇൽമ് എന്ന് തഫ്സീർ ചെയ്തവരുണ്ട്. വലാ വജ്ഹ ലഹു ലുഗത്തൻ വലാ ഫഇലൻ ഇദ് ലാ യഅലം അഹദുൻ ബിൽ യഖീൻ കൈഫ യഅമൽ ആഖിർ മുസ്തഖ്ബിൽ. ഇൽമും ലന്നും തമ്മിലുള്ളത്, ലന്ന് പറഞ്ഞാൽ ബോധ്യമാണ്, ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത സംശയാതീതമായുള്ള അറിവാണ്. അത് പക്ഷെ ആർക്കും പറയാൻ കഴിയില്ല ഭാവിയിൽ എങ്ങനെ ഉണ്ടാവും രണ്ടാളും എന്നുള്ളത്. ഇൽമ് ഉണ്ടാവില്ല, മറിച്ച് ബോധ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇൽമ് എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ ഭാഷാപരമായും പ്രായോഗികമായും ന്യായം നിലനിൽക്കുന്നില്ല എന്നാണ് ഷെയ്ഖ് പറഞ്ഞത്. കാരണം ഇതിലായാലും അഹദും ബിൽ യഖീൻ, ഉറപ്പിച്ച ആൾക്കും പറയാൻ കഴിയില്ല കൈഫ യഅമൽ ആഖിർ മുസ്തഖ്ബിൽ, ഭാവിയിൽ എങ്ങനെയായിരിക്കും മറ്റേ ആളോട് പെരുമാറുക അല്ലെങ്കിൽ മറ്റേ ആൾ തന്നോട് പെരുമാറുക എന്നുള്ളത് ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, സാധ്യതകളേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഹദ്ദുകൾ പാലിക്കാനുള്ള ഉദ്ദേശം ഉണ്ടാവുകയും പാലിക്കുമെന്നുള്ളത് തന്റെ ഒരു തീരുമാനമായി വരികയും ചെയ്യാനുള്ളത് മതി. പക്ഷെ എന്ത് സംഭവിക്കും എന്നുള്ള അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇൽമു എന്ന അർത്ഥം പറയാൻ കഴിയില്ല, ലന്നിന് ബോധ്യം എന്നുള്ള അർത്ഥം തന്നെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി ആയത്തിന്റെ അവസാനം വതിൽക ഹുദൂദുല്ലാഹി യുബയ്യിനുഹാ ലിഖൗമിൻ യഅലമൂൻ الشرط بتلك الأحكام في الآية أو الآيتين يبينها بكتابة لأهل العلم بفائدتها وما فيها من مصلحة ومن علم المصلحة في شيء كان منتفيا بطبعه إلى العمل به. അള്ളാഹു താല ഇൽമുള്ള കൗമിന്, കാര്യം മനസ്സിലാക്കുന്ന കൗമിന് വിശദീകരിക്കുകയാണ് ഈ ഹദ്ദുകൾ എന്ന് പറഞ്ഞു. ഇവിടെയുള്ള ഇഷാറത്ത് എന്താണ് വിശദീകരിക്കുന്നത്? ഹദ്ദുകൾ. ഏതാണ് ഹദ്ദുകൾ? അൽ അഹ്കാം ഫില്ലായ, ഈ ആയത്ത് പറയുന്ന വിധിവിലക്കുകൾ. അവിൽ ആയത്തൈൻ അല്ലെങ്കിൽ രണ്ടായത്തും പറഞ്ഞ വിധികൾ. യുബയ്യിനുഹാ ഫി കിതാബത്തിൻ ലിഅഹ്ലിൽ ഇൽമി ബിഫായിദത്തിഹാ വമാ ഫിഹാ മിൻ അസ്ലഹ. പിന്നെ അത് ഇൽമുള്ള ആൾക്കാർക്ക്, ആലിമീങ്ങളായുള്ള ആൾക്കാർക്ക് ഇതിലടങ്ങിയ ഫായിദ അള്ളാഹു തആല വ്യക്തമാക്കുകയാണ്, അതിലടങ്ങിയ മസ്ലഹത്തും വ്യക്തമാക്കുകയാണ്. ഒമൻ അലിമൽ മസ്ലഹ ഫി ഷൈഇൻ കാന മുന്തഫിയൻ ബിതബഇഹി, ഒരു സംഗതിയിലുള്ള മസ്ലഹത്തുരത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ ആ മസ്ലഹത്തുള്ള കാര്യം നടപ്പാക്കാൻ സ്വാഭാവികമായിട്ടൊരു പ്രേരണ ആൾക്കുണ്ടാവും. മുന്തഫിൻ തബഇൽ അൽ അമൽ ബി, അത് നടപ്പാക്കാനുള്ള ഒരു പ്രേരണ സ്വാഭാവികമായിട്ടുണ്ടാകും. ഈ മനസ്സിലായ കാര്യത്തിന്റെ ഫായിദ ഉണ്ടാകാൻ എന്താണോ വഴി, ആ നിലക്ക് അത് നടപ്പിൽ വരുത്താനുള്ള ഒരു ഉൾപ്രേരണ സ്വാഭാവികമായും ഉണ്ടാകും. വസ്തുതകൾ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ് അള്ളാഹു ഇത് വ്യക്താക്കുന്നത്. കാരണം അവർ മാത്രമാണ് അത് ശരിക്കും നിലനിർത്തി പോരുക, മനസ്സിലാക്കിയവരാണ് അത് നിലനിർത്തി പോരുക. ലാമൻ യജ്ഹലു ദാലിക്, അതറിയാത്തവരെ നിലനിർത്തി പോരൂല. ഇപ്പൊ യഖ്ദു ലാഹിരി ഖൗലിൽ മുഫ്തി അവിൽ ഖാദി, അങ്ങനെ പക്ഷേ ജഡ്ജിയുടെയോ മുഫ്തിയുടെയോ ലാഹിറു ഖൗൽ മാത്രം സ്വീകരിക്കും, അതുകൊണ്ട് കാര്യമില്ല. വലാ യജ്അൽ ലിഹുസ്നി നിയ്യ വ ഇഖ്ലാസിൽ ഖൽബി മദ്ഖലൻ ഫി അമലി, ഉദ്ദേശശുദ്ധി എന്നുള്ളതിന് തന്റെ അമലിൽ ഒരു സ്ഥാനം അവൻ കൽപ്പിക്കുന്നുണ്ടാവില്ല. വെറും പുറമേയുള്ള നിയമം മാത്രം, അതാണ് മുഫ്തിക്കും ഖാദിക്കും പറ്റുള്ളൂ, പടച്ചവനെ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോ ഉദ്ദേശശുദ്ധി ഇല്ലാതെ എന്തുണ്ടാവും? ഈ മറത്തിലേക്ക് ആൾ ജീവൻ തിരിച്ചു വരും. എന്നിട്ട് മോശം ചിന്ത അവളുടെ കാര്യത്തിൽ ആൾ ഒളിപ്പിച്ചു വെക്കും. അവളോട് ഒരു പ്രതികാരത്തിന്റെ വാഞ്ച ആൾക്കുണ്ടാവും. വഖദ് ബയ്യന്ന മാന ഹാദിൽ ഹുദൂദ് ഫി തഫ്സീർ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന എന്നുള്ള ആയത്തിൽ എന്ന ഭാഗത്ത് 258 ഈ കാര്യം നാം വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് എത്ര ബാധ്യത ഉണ്ടോ അത്ര തന്നെ അവകാശം അവർക്കുണ്ട് എന്ന് പറയുന്ന 258 വരാൻ പോകുന്ന ആയത്തിൽ അതിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 258 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആയത്തിൽ 28ആണ്, പക്ഷെ 88 നമ്മളെ നമ്പർ കൊടുത്ത് തെറ്റിയതാണ്. അപ്പൊ മറന്നെങ്കിൽ ആ ആയത്തിലേക്ക്, അതെ അതെ അതെ, നേരത്തെ കഴിഞ്ഞ ആയത്ത് ശരിയാണ്. അപ്പൊ അത് റെഫർ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല فليعلم كل مسلم أن الآية صريحة في أن النكاح الذي تحل به المطلقة ثلاثا هو ما كان زواجا صحيحا رغبة وقد حصل به مقصود النكاح لذاته. അപ്പൊ എല്ലാ മുസ്ലിമും മനസ്സിലാക്കണം, ഈ ആയത്ത് വളരെ വ്യക്തമായും പറയാണ്, 3 വട്ടം തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ആദ്യത്തെ പുരുഷന് കൊണ്ടും ഹലാൽ ആവാൻ വേണ്ടത് മാ കാന സിവാജൻ സഹിഹൻ റഗബ, രണ്ടാമതുള്ള വിവാഹം ആ പെണ്ണിനെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയുള്ള സ്വാഭാവികമായ സഹീഹായ ജിവാജായിരിക്കണം. വഖദ് ഹസറ ബിഹി മഖ്സൂദുൻ നിക്കാഹ് ലിദാതി, എന്നിട്ട് നിക്കാഹുള്ള ഒരു പുരുഷ സ്ത്രീ ബന്ധം എന്ന് പറയുന്ന സംഗതി അതവിടെ ആയിരിക്കണം. വമൻ തസവ്വജ ബതല്ലഖ സലാസൻ ബിഖസ്ദി ഹിലാലിഹാ ലിൽ അവ്വൽ,
എന്നാൽ ഏതെങ്കിലും ഒരു പുരുഷൻ വന്നിട്ട് ആദ്യത്തെ ആൾക്ക് അവളെ കൊണ്ട് ഹലാലാക്കി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പെണ്ണിനെ ഈ നിയമം പാലിക്കാൻ വേണ്ടി മാത്രം പിന്നെ വിവാഹം ചെയ്താൽ കാന ജിവാജു സുവരിയൻ വയറ സഹിയൻ, സൂറത്ത് കൊണ്ട് ശരിയാണ് ആ ജിവാജ്, പക്ഷെ സഹീഹ അല്ല ആ ജിവാജ്. വല്ല തഹില്ലു ബിഹിൽ മർഅത്തുൽ അവ്വൽ, അത്തരം ഒരു വിവാഹം കൊണ്ട് ഈ പെണ്ണ് ആദ്യത്തെ ആൾക്ക് ഹലാൽ ആവുകയുമില്ല. ബൽ ഹുവ മഅസിയത്തുൻ ലഅന ശാരിഉ ഫാഇലഹ, മറിച്ച് അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ധിക്കരിക്കലാണ്. അത് ചെയ്യുന്നവർ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. വഹുവ ലാ യൽഅൻ മൻ ഫഅല ഫഅലൻ മശ്റൂഅൻ വലാ മക്റൂഹൻ ഫഖത്ത്, വെറും ഒരു കറാഹത്തുള്ള അല്ലെങ്കിൽ ശരിക്കും നിയമവിധേയമായിട്ടുള്ള ഒരു കാര്യം ചെയ്തതിന് അള്ളാഹു വളരെ ലാനത്ത് ചെയ്യുന്നു. ഒരു കറാഹത്ത് മാത്രം എന്നുള്ള ചെയ്യില്ല, മഷ്ഹൂറാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. ബലിൽ മഷ്ഹൂർ ഇന്ന് ജംഹൂറുൽ ഉലമ, മറിച്ച് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന മഷ്ഹൂറായിട്ടുള്ള അഭിപ്രായം അന്നല്ലാൻ ഇന്നമായിക്കൂൻ അല്ല കബാഇരിൽ മാസി, അള്ളാഹുവിന്റെ ലാനത്ത് എന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾക്കേ ഉണ്ടാവുള്ളൂ. ആദത്തിലൈഹി കാനത്ത് ഹറാമൻ, ആ വൻപാപങ്ങളിലേക്ക് തിരിച്ചു പോയാൽ ഹറാമാണ്. മിസാലുദാലി അല്ല, ഇവൾ അയാളിലേക്ക് തിരിച്ചു പോയാൽ അത് ഹറാമാണ്. മിസാലുദാലി മിസ്ലു തഹറദ്ദമ ബിൽ ബൗൽ, ഇതിന് ഉദാഹരണം പറയാൻ പറ്റിയ ഒരാൾ രക്തം കഴുകുന്നത് മൂത്രം കൊണ്ടായാലും എങ്ങനെ എന്ന മാതിരിയാണ്. ബഹുവ റിജിസുൻ അലാ റിജിസിൻ, അത് മാലിന്യത്തിന് മേൽ മാലിന്യമല്ല, വേറൊന്നും ആവില്ലല്ലോ. ബിഹദ ഖാല മാലിക് ബിൻ അഹ്മദ് വസ്സൗരി വഹുലുല്ലാഹി വഖലാഇഖ വഗൈറുഹും മിനൽ ഹദീസ് വൽ ഫിഖ്, ഈ അഭിപ്രായമാണ് ഇമാം മാലിക്, അഹ്മദ് സൗരി, അഹ്ലുല്ലാഹിർ മറ്റനേകം ആളുകളും പറഞ്ഞത്. ഫഖീഹുമാരും മുഹദ്ദിസുമാരും പലരും ഇതേ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. വഖാൽ ഉസ്താദ് ഇമാം ഇന്ന നിക്കാഹ തഹ്ലീൽ ശർറുൻ മിൻ നിക്കാഹിൽ മുത്അ, ഈ ചടങ്ങ് നിൽക്കുന്ന തഹ്ലീലിന് വേണ്ടിയുള്ള നിക്കാഹ് വന്നത് മുത്അ നിക്കാഹിനേക്കാളും ദുഷിച്ച കാര്യമാണ്. വശദ്ദു ഫസാദൻ വ ആറൻ, അതിനേക്കാളേറെ വലിയ ഫസാദുള്ള മാനക്കേട് നടന്ന നിക്കാഹാണ്. വഖാല ആഖറൂൻ മിനൽ ഫുഖഹ, എന്നാൽ ചില ഫുഖഹാക്കൾ വേറെ പറഞ്ഞു ഇന്നഹു ജായിസുൻ മാൽ കറാഹ, ഇത് കറാഹത്താണെങ്കിലും അനുവദനീയമാണ്. മാലം യശ്തരിത് ഫിൽ അഖദ്, ഇങ്ങനെ ഒരു ഷർത്ത് ഇല്ലെങ്കിൽ, അതായത് ആദ്യത്തെ ഹലാലാക്കി കൊടുക്കൽ എന്നുള്ള ഷർത്ത് അവിടെ ഇല്ലെങ്കിൽ, അങ്ങനെ സംഭവിച്ചാൽ അത് അഖദിൽ ആ ഷർത്ത് ഇല്ലെങ്കിൽ അത് ജായിസ് ആവും, കറാഹത്തോടു കൂടി തന്നെ. ജന ഖളാ ബിൽ ലവാഹിർ, കാരണം നിയമങ്ങളുടെ നടപ്പാക്കൽ ലാഹിർ നോക്കിയിട്ടാണ്. ലാവിൽ മഖാസിദ് വൽ ലവാഹിർ, മനസ്സിലുള്ള എന്ത് ഉദ്ദേശം എന്ത് നോക്കിയിട്ടല്ല നിയമം നടപ്പാക്കുക, ലാഹിർ എങ്ങനെ നോക്കിയിട്ടാണ് നിയമം നടപ്പാക്കുക. നഖുൽനാ വലാകിൻ അദ്ദീൻ അൽ ഖയ്യിം ഹുവ അൻ യകൂന ലാഹിർ ഉൻവാൻ അൽ ബാത്തിൻ, ശരി, പക്ഷെ നമുക്ക് പറയാനുള്ളത് ഈ ഖയ്യിമായ ദീൻ ആവശ്യപ്പെടുന്നത് ബാത്തിന്റെ ഉൻവാൻ ആയിരിക്കണം ലാഹിർ എന്നുള്ളതാണ്. ബാത്തിനെ തെളിയിക്കുന്ന ഉൻവാൻ ആയിരിക്കണം ലാഹിർ. വൈല്ലാ കാൻ നിഫാഖൻ, ഇല്ലെങ്കിൽ ബാത്തിനൊന്നും ലാഹിർ മാറുന്ന അതിന്റെ പേരാണ് നിഫാഖ്. അല്ലാണ്ട് ബാഗിയ തഹ്ലീൽ, പിന്നെ ഈ തഹ്ലീൽ തേടുന്ന മനുഷ്യനോ ലൈസ ബി മുതസവ്വിജിൻ ഹഖീഖത്ത സിവാജ്, അയാൾ ശരിക്കുള്ള സിവാജ് അവിടെ നടത്തുന്നില്ല. അത് ശറഅഹു അല്ലാഹു ബയ്യനഹു, അല്ലാഹു തആല നിയമമാക്കിയതും അള്ളാഹു വിവരിച്ചതുമായ നിക്കാഹ് അയാൾ നടത്തുന്നില്ല. ലാ ഇൻദ നഫ്സി വലാ ഇൻദ മൻ അറാദഹു വല തഹ്ലീൽ, അത് തന്റെ കാര്യത്തിലും ഇല്ല, ആർക്കാണോ തഹ്ലീൽ ഉദ്ദേശിച്ചത് അയാളുടെ കാര്യത്തിലും ഇല്ല. അപ്പൊ തവാത്താ മാഹുലൈ, ആരുമായി യോജിച്ചാണോ, ആർക്ക് വേണ്ടിയാണോ ഇയാൾ നാടകം കളിക്കുന്നത്, അയാളുടെ കാര്യത്തിലുമില്ല. ഫഇന്ന ഉദ്റൽ ഖാദിൽ മുനഫിദ് ലഹു ബിജഹ്ലിഹി ബിൽ വാഖി അമലൻ ബിൽ ലാഹിർ, ഇനി ഇത് മനസ്സിലാകാതെ ഇത് നടപ്പാക്കി കൊടുക്കുന്ന ഖാദിക്ക് ഒരു പക്ഷെ ഒരു ഉദർ പറയാം, കാരണം ലാഹിറാണ് നടപ്പാക്കുന്നത് എങ്കിൽ ഫലാ യുദർ ബിഹിൽ ആലിം ബിഹി, ഇത് അറിയാതെ നടപ്പാക്കുന്ന ഖാദിക്ക് ഒരു ഉദർ ഉണ്ടാകാമെങ്കിലും അറിയുന്ന ഒരാൾക്ക് ഒരു ഉദറും പെടല്ല. വൽ മുഖ്തലിഫ് ലഹു, ഈ കുറ്റം അറിഞ്ഞ് ചെയ്യുന്ന ഒരാൾക്ക് യാതൊരു ന്യായവും ഇല്ല. وقد أوضح ذلك الحافظ الفقيه ابن القيم في إعلام الموقعين أتمنى الله. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇലാമുൽ വഖീഇൽ വളരെ വിശദമായി ഈ കാര്യം വ്യക്തമാക്കി